പോലീസ് എസ്കോർട്ട് അധികാരം, ക്ലിഫ് ഹൗസ്, അങ്ങനെയുള്ള അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ നിര. മറുഭാഗത്ത് ഇൻക്ലാബ് സിന്ദാബാദ് മുദ്രാവാക്യം, പാർട്ടിയുടെ സഖാക്കൾ, ഇങ്ങനെയൊരു വേദി. ഇതിലേതാണ് അങ്ങ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക? അതെപ്പോഴും പാർട്ടിയുടെ നിലയിലല്ലേ ആസ്വാദ്യത വരിക. അതിനാണല്ലോ കൂടുതൽ ഹൃദയബന്ധമുള്ളത്. അത് മാത്രമാണ് ശാശ്വതം. പലരും പറയുന്നു മുണ്ടുടുത്ത മോദി എന്ന കോട്ടിലാണ് അങ്ങേ വിമർശിക്കുന്നത്. ഇത് ബോധപൂർവം അഴിച്ചുവിടുന്നൊരു പ്രചരണമാണ്. RSS ആഭ്യന്തര ശത്രുക്കളായി കണ്ടവരുടെ കൂട്ടത്തിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതായത് ഇടതുപക്ഷമാണ്. എന്നാൽ കോൺഗ്രസിനെ അങ്ങനെയല്ല. കോൺഗ്രസ് അവരുടെ കൂടെ നിർത്താൻ പറ്റുന്നവരെന്നുള്ള മട്ടിലാണ് അവരുടെ വിലയിരുത്തൽ എപ്പോഴും. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ്. റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് രാഷ്ട്രീയ തുടുപ്പുകൾ അറിഞ്ഞ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. കണ്ണൂരിൽ ധർമ്മടത്താണ് യാത്ര അവസാനിക്കുന്നത്. യാത്ര അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിക്കുറിയും ജനവിധി തേടുന്നു. LDF സ്ഥാനാർത്ഥി കൂടിയാണ്. നമുക്കൊപ്പം ശ്രീ പിണറായി വിജയൻ ചേരുന്നു. മൂന്നാം ഊഴം ഒരു ചരിത്രം പിറക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ശ്രീ പിണറായി വിജയൻ നമുക്കൊപ്പം റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസിൽ. വെൽക്കം ശ്രീ പിണറായി വിജയൻ. താങ്ക് യു. CM, ഈ മൂന്നാമതൊരു ഊഴം അങ്ങയുടെ സർക്കാരിന് കിട്ടിയാൽ അത് കേരളത്തിൽ ചരിത്രമാവും. രണ്ടാമതൊരു ഊഴം എന്നുള്ളത് തന്നെ 1980 ശേഷമുള്ള ചരിത്രമായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ കേരളത്തിൻ്റെ തന്നെ ചരിത്രമാകുന്നത്. ഇനി പരാജയപ്പെട്ടാലോ? സ്വാഭാവികമായൊരു ചരിത്രം തിരുത്തിക്കുറിച്ച് അങ്ങ് പിൻവാങ്ങുന്നു എന്നായിരിക്കും രേഖപ്പെടുത്തുക. ഇത് രണ്ടാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റും ഉത്തരവാദിത്വവും അങ്ങേക്ക് കൂടിയുള്ളതല്ലേ? LDFനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ്. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കിയ കാര്യങ്ങൾ അത് ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നടപ്പാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വികസന കാര്യങ്ങളും ജനക്ഷേമവും എല്ലാം ഒരേ വഴിക്കാണ് ഒന്നിച്ചാണ് സഞ്ചരിച്ചത്. ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് 2021 എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ജനങ്ങൾ ഇതിന് തുടർച്ച വേണം തീരുമാനിക്കുന്നു. ഇതിനൊരു ഇടവേള പാടില്ല, തടസ്സമുണ്ടാകരുത്, ഇത് തുടരണം. UDF വന്നാൽ പലതും തകർന്നു പോകും. അതുകൊണ്ട് LDF തന്നെ തുടരട്ടെ. അങ്ങനെയാണ് ചരിത്രം തിരുത്തി പുതിയ ചരിത്രം ജനങ്ങൾ രചിക്കുന്നത്. ആ 2021 തീരുമാനം ശരിയായോ എന്ന് പരിശോധിക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് ഉറപ്പായും വിശ്വാസമുണ്ട്, ജനങ്ങൾ ഈ ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ വിലയിരുത്തിയതാണ്. ആ വിലയിരുത്തലിലൊക്കെ അഭിമാനബോധത്തോടെ അവർ കണ്ടിട്ടുള്ളത് ഞങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നാണ്. ഇപ്പം അതിൻ്റെ ഭാഗമായി കേരളം പുതിയ മാനങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം. അത് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ കേരളത്തെ ഒരു ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുക. അപൂർവം രാജ്യങ്ങൾ മാത്രമേ ലോകത്ത് അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. ഇതുപോലുള്ള അനേകം നേട്ടങ്ങൾ ഈ കാലയളവിൽ നമുക്ക് തുടർ ഭരണത്തിൻ്റെ ഭാഗമായി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളം നല്ല വികസന പന്ഥാവിലാണ്. ഒരു കൂടുതൽ വികസിക്കാനുള്ള വഴിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ 2021 കൂടുതൽ കരുത്തോടെ LDFനെ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. സാധാരണ ഇടതുമുന്നണിയിൽ ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കലോ ക്രെഡിറ്റ് ഏറ്റെടുക്കലോ ഒരു പതിവില്ല. പക്ഷേ എങ്കിലും 10 വർഷത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ കൂടി ഒരു വിധിയെഴുത്തലാവില്ലേ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ പ്രവർത്തനത്തെ പറ്റി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അത് കൂട്ടായ പ്രവർത്തനമാണ്. LDF എന്ന നിലക്കുള്ള പ്രവർത്തനമാണ്. വ്യക്തിപരമായ ഒരു കാര്യമായിട്ടല്ല സാധാരണഗതിയിൽ അത് വരിക. പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും മുന്നണിയുടേതാണ്. അതാ നിലയ്ക്ക് അത് വരികയുള്ളൂ. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണി പരാജയപ്പെട്ടാൽ അങ്ങനെ ഒരു തീരുമാനം അങ്ങേക്ക് എടുക്കാൻ പറ്റുമോ? എനിക്കറിയാം, ഒരു ഇടതുപക്ഷ കേഡറിനെ സംബന്ധിച്ച ആശയം തന്നെ അപ്രസക്തമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു ചോദ്യം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതാണ് ഇപ്പോഴും പറയാറ്. അതിനെപ്പറ്റി പിന്നീട് പറയാം. അദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി. എന്റെ കാര്യത്തിൽ വിധി ഏതായാലും ഞാനത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും.
ജനങ്ങൾക്കിടയിലുണ്ടാവും, അതെ അതെ സംഘടനാ പ്രവർത്തനത്തിലുണ്ടാവും, അതെ അതെ എന്താണെങ്കിലും. അതെ അതെ അതല്ലാതെ ഇത് അധികാരമില്ല, തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയും. ഇല്ല 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 ഇല്ല, അങ്ങനെ വരില്ല, അങ്ങനെ വരില്ല. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയത്തിന്റെ തുടർച്ച മാത്രമാണ്, അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും. റൈറ്റ്, വെരി ക്ലിയർ. 17 വർഷം പാർട്ടി സെക്രട്ടറി, ഏകദേശം 2 വർഷക്കാലം വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രി, 10 വർഷം മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം. ഒരു കേഡറിനെ സംബന്ധിച്ച് ഇതിലേതാണ് ഏറ്റവും ആസ്വാദ്യകരമായ കാലം? പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലമാണോ, 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന കാലമാണോ? ഞാൻ കാണുക പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലമാണ് ഏറ്റവും നല്ല കാലം. 17 വർഷം. കാരണം ആ. അതൊരു പ്രത്യേക കാലമായിരുന്നു. ഞങ്ങളെ പാർട്ടി പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടൊരു കാലമാണ്. എനിക്ക് എൻ്റെതായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ ഞങ്ങൾ കൂട്ടായിട്ടാണ് കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ ഞാനും ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും നല്ല കാലത്താണ് എനിക്ക് തോന്നുന്നത്. പോലീസ് എസ്കോർട്ട് അധികാരം, ക്ലിഫ് ഹൗസ്, അങ്ങനെയുള്ള അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു നിര, മറുഭാഗത്ത് ഇൻക്ലാബ് സിന്ദാബാദ് മുദ്രാവാക്യം, ആവേശകരമായ വിപ്ലവാഭിവാദ്യങ്ങൾ, പാട്ട്, പാർട്ടിയുടെ സഖാക്കൾ, ഇങ്ങനെയൊരു വേദി. ഇതിലേതാണ് അങ്ങ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക? അതെപ്പോഴും പാർട്ടിയുടെ നിലയിലല്ലേ ആസ്വാദ്യത വരിക. അതിനാണല്ലോ കൂടുതൽ ഹൃദയബന്ധമുള്ളത്. കാരണം സഖാക്കൾ എന്ന് പറയുന്നത് ജീവൻ കൊടുക്കാൻ തയ്യാറായി ഒന്നിച്ചു നിൽക്കുന്നവരാണ്. അതിൻ്റെ ഒരു ആത്മബന്ധം മറ്റൊന്നിനും കിട്ടൂല. മറ്റതെല്ലാം ഡ്യൂട്ടിയുടെ ഭാഗം മാത്രമാണ്. അധികാരത്തിന്റെ ഇടതാഴിയിൽ കിട്ടുന്ന സല്യൂട്ട് അധികാരം ഒഴിഞ്ഞാൽ ഒഴിയും, അത് ഡ്യൂട്ടിയുടെ ഭാഗം മാത്രമാണ്. മറ്റതല്ല, മറ്റത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ആ ചെങ്കുടിയും ആ മുദ്രാവാക്യവും അധികാരം ഒഴിഞ്ഞാലും നിൽക്കുന്നത്. അതാണ് നിൽക്കുന്നതും ശാശ്വതവും ആസ്വാദികം. അത് മാത്രമാണ് ശാശ്വതം, അത് മാത്രമാണ് ശാശ്വതം. മറ്റതൊക്കെ ഇപ്പൊ കണ്ടത് നാളെ പോകും. ഇത് മനസ്സിലാക്കാത്ത ആളാണോ ജി സുധാകരനും ടി കെ ഗോവിന്ദനും ഐഷ പൂറ്റിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ? ഈ പറഞ്ഞവര് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒരേ സ്വഭാവം വന്നിട്ടുണ്ട്. അത് സ്ഥാനമോഹം വന്നപ്പോ മറ്റെല്ലാം മറന്നുപോയി എന്നുള്ളതാണ്. പാർലമെന്ററി വ്യാമോഹം എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട അധികാരത്തോടുള്ള ആഗ്രഹം. അതെ അതെ, അത് വല്ലാതെ വന്നപ്പോ മറ്റു കാര്യങ്ങളൊക്കെ മറന്നുപോയി. അവരവരത് മറന്നു. താൻ ഇതേവരെ സ്വീകരിച്ച നിലപാടുകൾ മറന്നു. എങ്ങനെയാണ് താൻ ഇന്നുള്ള സ്ഥാനത്ത് എത്തിയത് എന്നുള്ളത് മറന്നു. അങ്ങനെയെല്ലാം മറന്നുകൊണ്ട് ഒരു എതിർ ക്യാമ്പിൽ പോയി ആ എതിർ ക്യാമ്പിന്റെ വക്താക്കളായി മാറുകയാണ്. ഈ തൊപ്പി വെച്ച് നിൽക്കുന്ന ജി സുധാകരന്റെ ചിത്രം അങ്ങ് കണ്ടു കാണുമല്ലോ. കോൺഗ്രസിന്റെ തൊപ്പി വെച്ച് നിൽക്കുന്ന ജി സുധാകരൻ. ആ തൊപ്പി സുധാകരന് ചേരുന്നുണ്ടോ, സുധാകരൻ ആ തൊപ്പിക്ക് ചേരുന്നുണ്ടോ? ഇത് വളരെ ഒരു അവസരവാദ നിലപാട് സ്വീകരിച്ചാൽ എവിടെയും എത്തിപ്പോകാം. അതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സാധാരണ അവസരവാദത്തിന്റെ ചളിക്കുടിൽ വീണു എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഒരു നിലയിലേക്ക് താണുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കാണാൻ കഴിയുക. ഒരു പാർട്ടിയുടെ പ്രധാനിയായി നിന്ന് പ്രവർത്തിച്ച ഒരാള് അതെല്ലാം വിട്ട് അപ്പുറം പോയി അവരുടെ വക്താവായി സംസാരിക്കുന്ന നിലയാണ് ഇപ്പോൾ വന്നിട്ട്. എന്തിനു വേണ്ടിയാണ്? അതാണ് ആലോചിക്കേണ്ടത്. ടിക്കറ്റിന് മാത്രം കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ തൊപ്പി വെച്ച സംഘടനയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴയിൽ ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും സീറ്റിന്റെ കാര്യം മാത്രമാണ് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് എത്തിച്ചതെന്നാണ് തോന്നുന്നത്. സീറ്റ് മാത്രമായിരുന്നു, മാത്രം ആശയപരമായ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അതേവരെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. പാർട്ടി ഏതെങ്കിലും ഫോറങ്ങളിൽ പറഞ്ഞതായിട്ട് അങ്ങ് കേട്ടിട്ടുമില്ല. ഇല്ല. ജി സുധാകരന്റെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പാർലമെന്ററി വ്യാമോഹം ഈ മുതിർന്ന നേതാക്കളിലടക്കം പടർന്നു പിടിക്കുന്നത് പാർട്ടി അല്പം ഗൗരവത്തോടു കൂടി കാണേണ്ടതല്ലേ? ഇതൊരു വ്യക്തിയുടെ കാര്യം മാത്രമല്ല, ഇതൊരു പുതിയ ട്രെൻഡാണ്. അത് ഗൗരവമായിട്ട് കാണുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് തീർച്ചയായും പരിശോധിക്കും. ഇപ്പൊ നമ്മൾ പോകുന്നത് ധർമ്മടം പടന്നക്കരി. ഓരോ സ്ഥലവും MLA എന്ന നിലയിൽ മാത്രമല്ല, പാർട്ടിയുടെ പ്രവർത്തകരെന്ന നിലയിലും ഒരുപാട് നടക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത സ്ഥലമാണ് അല്ലെ. നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണ്? ഇത് നേരെ അണ്ടല്ലൂർക്കാവ് അവിടെയാണ് അല്ലെ? ഇത് ഇപ്പൊ നമ്മള് പടന്നക്കരി എത്തി. ഇനി നമ്മള്
ഇപ്പൊ ഇവര് ചേക്കുപ്പാലത്തിന്റെ ഭാഗത്തേക്കാണ് തോന്നുന്നു തിരിയുന്നത്. ആ ഭാഗത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ മണ്ഡലത്തിൽ വന്നു അല്ലെ. അതെ, റോഡുകൾ മാത്രമല്ല പ്രോജക്റ്റുകൾ വന്നു. മുഴപ്പിലങ്ങാട് ബീച്ച് നമുക്കൊന്ന് കാണണം അല്ലെ. കാണാം. അവിടെയും വികസനങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇനി ഒരു കാര്യം കൂടി. ഇപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കോവിഡ് കാലമായിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞെന്ന് എനിക്കറിയാം. പക്ഷെ 2021-26 കാലം, അതായത് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തീരുമാനമെടുക്കാൻ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് ഏത് വിഷയമായിരുന്നു? ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഓരോ തീരുമാനവും അത് ആ പ്രശ്നത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാണ്. അത് ലളിതമായാലും പ്രയാസമുള്ളതായാലും ആ കാര്യം അത്ര കണ്ട് എന്നെ ബാധിക്കാറില്ല. ഒരു എന്താണോ തീരുമാനം എടുക്കേണ്ടത് ആ തീരുമാനം കൂട്ടായി ആലോചിച്ചങ്ങ് എടുക്കുക എന്നുള്ളതാണ് സ്വതവേ എടുത്തു പോകുന്ന ഒരു കാര്യം. പക്ഷെ നാടിന്റെ വികസനത്തിന് എല്ലാരും ഒന്നിച്ച് നിൽക്കുക എന്ത് പ്രധാനമാണ്. അത് നിൽക്കുന്നില്ലാലോ എന്നൊരു പ്രയാസം ചില ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അതാണ് ഈ കേരളിന്റെ ഒക്കെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കേരയിൽ പദ്ധതി ഇപ്പോൾ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഹൃദയവേദനയോടുകൂടിയാണോ? ഇത് ഇപ്പൊ തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കാരണം അതിന് അനുമതി കിട്ടുന്നില്ല. അനുമതി കിട്ടാതെ വെറുതെ നമ്മളത് അനുമതി എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വേണ്ട. ഇപ്പൊ നമ്മളൊരു പാലത്തേക്ക് കയറാൻ പോവാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഏതാണ് പാലം? ഇത് ചേക്കുപ്പാലം അല്ലേ? ഒരു ഭാഗത്ത് ഇത് കായലാണ് അല്ലേ? ഇതൊരു അപ്പുറവും ഇപ്പുറവും പുഴയാണ്. ഈ പുഴയുടെ നടുക്കൂടിയുള്ള പാലാണ് അല്ലേ? ഇത് പക്ഷെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മനോഹരമായിരിക്കും. ഇത് CM ഉദ്ഘാടനം ചെയ്ത പാലാണ്. ഇത് തൊട്ട് മുമ്പ് ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. എലിവേറ്റർ കം ബ്രിഡ്ജ്. റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഓക്കെ. ഇത് ഒരു ധർമ്മടം മണ്ഡലത്തിലെ ഒരു കണക്ടിങ് ഇതാണ്. ഇത് പിണറായി എരഞ്ഞോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ്. ഇതിനു മുമ്പ് അപ്പൊ എന്തായിരുന്നു ഈ പാലത്തിന്? ഇതൊരു ചെറിയ പാലം ഇവിടെ ഉണ്ട്, ഒരു പാലം ഇവിടെ ഉണ്ട്. അത് പുഴയോര ടൂറിസം ഒക്കെ ഉണ്ട് അല്ലേ? DTPCയുടെ. അപ്പൊ ചേക്കുപാലത്തിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് അല്ലേ? ശരി, നമുക്കിനി മുഴപ്പിലങ്ങാടേക്ക് കൂടി പോകണം. മനോഹരമായ ദൃശ്യമാണ് അത്. ആകാശ ദൃശ്യം കാണുമ്പോഴാണ്. ഈ യാത്ര പൊതുവെ ഇഷ്ടമാണോ? യാത്ര ചെയ്യാൻ പറ്റിയാൽ യാത്ര ചെയ്യും. അതിന് വിഷമമില്ല. പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ടുപോവുക, അത് കുഴപ്പമില്ല. മനോഹരമായി. ഇപ്പൊ നമ്മള് കൊല്ലത്തെ കുറിച്ച് പറയും, ഒരുപാട് ജലാശയങ്ങൾ, ആലപ്പുഴയെ കുറിച്ച് പറയും. ഇവിടെ വരുമ്പോഴാണ് ഈ കണ്ണൂർ എത്രയെത്ര അല്ലെ, ഒരുപാട് ദൃശ്യങ്ങളുണ്ട്, ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതില് ഇപ്പോ നിങ്ങൾ നേരിടാൻ പോകുന്നത്, LDF നേരിടാൻ പോകുന്നത് 5 ഗ്യാരണ്ടികൾ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക രണ്ടും ഒരേ ദിവസമാണ് പുറത്തു വന്നത്. KSRTCയിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ്. ഇതൊക്കെ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കാൻ സാധ്യതയില്ലേ? UDFന്റെ പ്രകടന പത്രിക ആ ഗ്യാരണ്ടിയിൽ അല്പം ആശങ്കയുണ്ടോ? UDF എന്ത് പറഞ്ഞാലും ജനങ്ങള് അത് മുഖവിലക്കെടുക്കില്ല. ഇപ്പോ നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ഒരു കുട്ടി ശ്രുതി ആ ശ്രുതിയുടെ കാര്യത്തില് കൊടുത്ത വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. ആ കുട്ടി നമ്മുടെ ഗവൺമെന്റിന്റെ സൗകര്യം വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഇവരെ വാക്ക് വിശ്വസിച്ചു. ഇതാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഉള്ളിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് അല്ലേ? അപ്പൊ ആ കുട്ടി ഇവരുടെ വാക്ക് വിശ്വസിച്ചാണ് ഗവൺമെന്റിന്റെ കാശ് വേണ്ട, അല്ല ഗവൺമെന്റ് വീട് വേണ്ട, മറ്റേ സഹായം കിട്ടിയാൽ മതി, ബാക്കി ഇവര് സഹായിച്ചോളും എന്ന് പറഞ്ഞിട്ട് പോയത്. 15 ലക്ഷം രൂപ അങ്ങനെയാണ് വാങ്ങുന്നത്. അതെ. ഇപ്പം ആ കുട്ടി കഷ്ടത്തിലായിട്ട് വീട് കിട്ടിയില്ല. എന്തൊരു പ്രയാസമാണത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പാടുണ്ടോ? സാധാരണ നിലയിൽ അത്തരം ഒരു വാക്ക് പോലും പാലിക്കാൻ കഴിയാത്തവര് ഏത് വാക്കാ പാലിക്കുക? ഏത് വാക്കിലാണ് വിലയുള്ളത്? അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഈ ശ്രുതിയുടെ കാര്യത്തിൽ ടൗൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്, അങ്ങേക്ക് പ്രഖ്യാപനം നടത്താൻ കഴിയില്ല. പക്ഷേ എങ്കിലും അത് പരിഗണിക്കേണ്ടതല്ലേ? കാര്യം ആ കുട്ടിയെ സംബന്ധിച്ച പൈസ തിരിച്ചടയ്ക്കാം, എനിക്ക് ടൗൺഷിപ്പിൽ ഒരു വീട് വേണമെന്നാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അല്ല, അത് ഞാനിപ്പോ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നില്ല, പിന്നീട് സംസാരിക്കാം. പക്ഷെ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള തീരുമാനമുണ്ടാവും, പിന്നീട് സംസാരിക്കാം. തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം വരാൻ സാധ്യത. ചട്ടലംഘനത്തിൻ്റെത് മാത്രമല്ല, അതിനകത്ത് വേറെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കുട്ടിയുടേത് മാത്രമല്ല,
അങ്ങനത്തെ ആളുകൾ വന്നാൽ എന്താണ് സമീപനം? എല്ലാം പൊതു സമീപനമല്ലേ എടുക്കാൻ പറ്റും ആ. ഗവൺമെന്റിന്. അതെ. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് താല്പര്യക്കാർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെ, അവരോട് എന്ത് സമീപനം എന്നത് ഗവൺമെന്റ് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ എന്തായാലും അത് പഠിച്ചതിന് ശേഷം അതെ അതെ. പക്ഷെ കാര്യത്തിൽ അതൊന്നുമില്ല കേട്ടോ, ഈ കുട്ടിയുടെ കാര്യത്തിലില്ല. അതൊന്നുമില്ല. പൊതുവായിട്ട് അങ്ങനെ ഒരു താല്പര്യം വന്നാൽ അപ്പൊ അതുകൂടി അഡ്രസ് ചെയ്തിട്ട് തീരുമാനിക്കാം. കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുണ്ടാവും കാര്യങ്ങൾ. നോക്കാം. ശരി, ഇപ്പോ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വലിയ ആരോപണം, അത് ഒന്ന് BJP CPM ഡീൽ എന്നൊരു ആരോപണമാണ്. അത് രാഹുൽ ഗാന്ധി പറയുന്നു, മല്ലികാർജുൻ ഖർഗെ പറയുന്നു എന്ന് മാത്രമല്ല അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ UDF ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ? തുടർച്ചയായിട്ട് അങ്ങേ ഒരു BJPയുടെ B ടീമായി പലരും പറയുന്നു മുണ്ടുടുത്ത മോദി എന്ന കോട്ടിലാണ് അങ്ങേ വിമർശിക്കുന്നത്. ഇത് ബോധപൂർവം അഴിച്ചുവിടുന്ന ഒരു പ്രചരണമാണ്, അറിയാതെ നടത്തുന്ന ഒരു പ്രചരണമല്ല. അതായത് നമ്മുടെ നാട്ടില് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വന്ന മാറ്റമാണ്. ആ മാറ്റം അവരുടെ അനുഭവത്തിലൂടെ വന്നതാണ്. നേരത്തെ ഇടതുപക്ഷത്തോട്, നേരത്തെ വെച്ചാൽ വളരെ മുമ്പ് അത്ര ആഭിമുഖ്യമുള്ളവരായിരുന്നില്ല. പക്ഷെ അത് പിന്നെ മാറ്റിയത് ജീവിതാനുഭവമാണ്. കാരണം ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇനി എന്തിനാണ് ഞങ്ങൾ അവരെ അകറ്റി നിർത്തുന്നത് എന്നവരാലോചിച്ചു. അങ്ങനെയാണ് മാറ്റം വരുന്നത്. ആ മാറ്റം പിന്നെ ഞങ്ങൾ കൂടുതൽ സ്വീകാര്യരാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. നല്ല സ്വീകാര്യത പൊതുവിൽ അവരിൽ ആ വിഭാഗത്തിലുണ്ടായി. അതിന്റെ ആപത്ത് തിരിച്ചറിഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ വേറെ മാർഗമൊന്നുമില്ല. കാരണം ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ആത്മാർത്ഥമായിട്ടുള്ളതാണ്. അപ്പൊ അതിനവർ കണ്ടെത്തിയ മാർഗമാണ് ഞങ്ങളെ ഒരു RSSുമായിട്ട് ബന്ധമുള്ളവരാണെന്ന് സ്ഥാപിക്കാൻ. പക്ഷെ അവർക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യമല്ല, RSSന് ഞങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. RSS ആഭ്യന്തര ശത്രുക്കളായി കണ്ടവരുടെ കൂട്ടത്തിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതായത് ഇടതുപക്ഷമാണ്, പിന്നെ ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള RSS എല്ലാ കാലത്തും ഞങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ധാരാളം ഞങ്ങളുടെ സഖാക്കള് രക്തസാക്ഷികളായിട്ടുള്ളത് RSSന്റെ ആക്രമണത്തിലാണ്. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറിയതുമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെ ഞങ്ങൾ തുറന്നു വന്നിട്ടുള്ളതാണ്. ത്രിപുരയില് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയപ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് ഇത് പ്രത്യയശാസ്ത്ര വിജയമാണെന്നാണ്. അത്ര കണ്ട് പ്രാധാന്യത്തോടെയാണ് ഞങ്ങളെ നേരിടുന്നവർ കാണുന്നത്. ഞങ്ങളെ അവർ യഥാർത്ഥ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. നേരത്തെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിലയിരുത്തിയതിന്റെ ഭാഗമായിട്ട് ശത്രുക്കളായിട്ടാണ് കാണുന്നത്. എന്നാൽ കോൺഗ്രസിനെ അങ്ങനെയല്ല. കോൺഗ്രസ് അവരുടെ കൂടെ നിർത്താൻ പറ്റുന്നവരെന്നുള്ള മട്ടിലാണ് അവരുടെ വിലയിരുത്തൽ എപ്പോഴും. ഇതില് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചാണ് നമ്മൾ കാണേണ്ടത്. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് BJP ഇന്നത്തെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി മാത്രം വിചാരിച്ചാൽ പരാജയപ്പെടുത്താവുന്ന അവസ്ഥയിലല്ല. എല്ലാവരും കൂടി ചേർന്ന് വേണം പരാജയപ്പെടുത്താൻ. ആ പരാജയപ്പെടുത്തലിന് സഹായകരമായ നിലപാടാണോ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം. ഇപ്പൊ ഡൽഹിയില് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയാണ് BJPയെ ശക്തമായി നേരിട്ടത്. പക്ഷേ കെജ്രിവാളിനെ BJP ലക്ഷ്യമിട്ടപ്പോൾ കോൺഗ്രസ് ചെയ്തത് BJPയോടൊപ്പം ചേർന്ന് കെജ്രിവാളിനെ ആക്രമിക്കലാണ്. കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധി. അതേ ചോദ്യമാണ് കേരളത്തിൽ ചോദിക്കുന്നത്. അതെ. ആ ചോദ്യം മാത്രമല്ല, അതിനുശേഷം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചവരാണ് കോൺഗ്രസ്സുകാർ. തെരഞ്ഞെടുപ്പ് വന്നപ്പോ കോൺഗ്രസിന് അവിടെ വലിയ സീറ്റൊന്നുമില്ല. BJPയെ നേരിടുന്നത് ആം ആദ്മി പാർട്ടിയാണ്. എന്നാൽ കോൺഗ്രസ് ചെയ്തത് ആം ആദ്മി പാർട്ടിയെ ശക്തമായി എതിർക്കലാണ്. അപ്പോൾ BJPക്ക് കടന്നു വരാനുള്ള സൗകര്യം ഒരുക്കിയത് കോൺഗ്രസ്സാണ്. ഇതാണ് കോൺഗ്രസിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ്. അത് BJPക്ക് അവസരം ഒരുക്കലാണ്. ഇതിവിടെ മാത്രമല്ല,
ഹരിയാനയിൽ BJP ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് ആരും കണക്കാക്കിയിട്ടില്ല. അവർ പോലും കണക്കാക്കിയിട്ടില്ല. അവിടെ കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്താൻ തയ്യാറായില്ല കോൺഗ്രസ്. അത് BJPക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് നമ്മൾ കാണേണ്ട കാര്യം. രാഹുൽ തുടർച്ചയായി പറയുന്നു അങ്ങേ അറസ്റ്റ് ചെയ്യാത്തത് എന്ത്? BJP എതിർക്കുന്ന എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർക്കെതിരെ കേസും അങ്ങേക്കെതിരെ ഒരു നാഷണൽ ഏജൻസി വന്നിട്ടില്ല, ED വന്നിട്ടില്ല, CBI വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ്? ആ 2021 തെരഞ്ഞെടുപ്പില് എല്ലാ ഏജൻസികളും ഇവിടെ വട്ടമിട്ട് പറന്നല്ലോ. കോൺഗ്രസും UDFും അതിശക്തമായിട്ടാണല്ലോ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അവരെ സഹായിക്കാനാണല്ലോ ഏജൻസികളുടെ വരവുണ്ടായത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. കള്ളക്കേസ് പോലും അങ്ങയുടെ അടുത്ത് എടുത്തിട്ടില്ല എന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇങ്ങനെ അവർക്ക് കേസ് എടുക്കണമെങ്കിൽ അതിനുള്ള വകുപ്പുകൾ വേണ്ടേ, അതിനുള്ള കാര്യങ്ങൾ വേണ്ടേ? ഇന്ന് കേരളം നമ്മുടെ രാജ്യത്ത് ഏറ്റവും അഴിമതി കുറഞ്ഞൊരു സംസ്ഥാനമാണ്. അതിന് കാരണം എന്താ? ഞങ്ങളുടെ സംസ്കാരമാണ്. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ സംസ്കാരമല്ല LDFന്റെ സംസ്കാരം. ഞങ്ങൾക്ക് അഴിമതി തീണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഇപ്പോ നിങ്ങള് മാധ്യമ പ്രവർത്തകർ തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. ഇന്നിപ്പോ നമ്മുടെ കോൺട്രാക്ട് പ്രവൃത്തികളൊക്കെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ളവർ മാത്രമല്ലായിരുന്നു, രാജ്യത്താകെയുള്ളവർ എല്ലായിടത്തേക്കും കോൺട്രാക്ട് എടുക്കുക. അത്തരം ആളുകളോടൊന്ന് അന്വേഷിച്ച് നോക്കൂ, എന്താണ് കേരളത്തിന്റെ അനുഭവം, എന്താണ് കേരളത്തിന് പുറത്തുള്ള അനുഭവം. അപ്പോ പിന്നെ നിശ്ചിത ശതമാനത്തിന്റെ വർത്തമാനമൊക്കെ കേൾക്കുമല്ലോ. 40% കമ്മീഷൻ, ഇതൊന്നും രഹസ്യമല്ലല്ലോ, പരസ്യമായ രഹസ്യമല്ലേ. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ആർക്കും അങ്ങനൊരു പരാതിയില്ലായിരുന്നു. ഇവിടെ എത്രയാണോ പദ്ധതിക്ക് വേണ്ടി പണം കാണുന്നത്, ആ പണം മുഴുവൻ ആ പദ്ധതിക്ക് ചെലവിടാൻ പറ്റുമല്ലോ. 10 വർഷത്തിന് ശേഷം CMന് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഓഡിറ്റിന് നിങ്ങൾ തയ്യാറാകൂ, ഞങ്ങൾ തയ്യാറാണെന്ന് പറയാനാണോ ഒരു വെല്ലുവിളി പോലെ? അതായത് കോൺട്രാക്ടർമാരുടെ കമ്മീഷൻ ഇല്ലാത്ത സർക്കാരാണിത്. അത് ഞങ്ങൾക്ക് മാത്രമല്ലേ പറയാൻ കഴിയും, ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയല്ലോ. കാരണം ഞങ്ങളുടെ കൈകൾ എപ്പോഴും ശുദ്ധാണല്ലോ, ഒരു കറയും പേർലുന്നില്ലല്ലോ. അതാണല്ലോ ഞങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ടല്ലേ ഞങ്ങളെ ഈ പലതും പറഞ്ഞ് ആക്ഷേപിക്കാൻ പുറപ്പെട്ടവര് ഞങ്ങളുടെ മേലെ കൈവെക്കാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും പിണറായി വിജയൻ CM കേരളക്കെതിരെ ഒരു കേസ് CBIക്ക് വേണമെന്ന് വെച്ചാൽ എടുക്കാം, അല്ല EDക്ക് വേണമെന്ന് വെച്ചാൽ എടുക്കാം. ഏതെങ്കിലും ഒരു കേസിലൂടെ ഇവർക്ക് എടുത്തൂടെ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കെജ്രിവാളിന്റെ കാര്യത്തില് കോടതിയിൽ നിന്ന് ശക്തമായി അടി കിട്ടിയല്ലോ. ആ അടി BJPയുടെ മുഖത്തേറ്റ അടി മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മുഖത്ത് കൂടി ഏറ്റ അടിയാണ്. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി അന്ന് കൊടുത്തത്. എന്നിട്ട് പോലും അവരൊരു പാഠം പഠിക്കുന്നില്ല, അവരതേ വഴിക്ക് നീങ്ങുകയാണ്. ഈ BJPയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ദുർബലമാക്കുക എന്നുള്ള അവരുടെ അജണ്ട പിന്നെയും തുറന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതേ രാഹുൽ ഗാന്ധിയുമായി ഇനി ദേശീയ തലത്തിൽ മോദിയെ എതിർക്കാൻ വേണ്ടി ഒരു സഖ്യം CPMന് സാധ്യമാണോ? ഇതേപോലെ സംസ്ഥാനങ്ങളിൽ വന്ന് BJPക്കെതിരെ പോരാടുന്നവരെ ദുർബലപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിയുമായി. അല്ല, അത് അവരുടെ ഒരു ദൗർബല്യം. പക്ഷെ നമ്മുടെ ആ ദൗർബല്യത്തിന്റെ ഭാഗമായി BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ലല്ലോ. ആ BJPയെ പരാജയപ്പെടുത്തുക എന്നത് പ്രധാനമാണല്ലോ. അപ്പൊ ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതുമായി സഹകരിക്കാൻ തയ്യാറായാൽ അവർക്ക് ദൗർബല്യം പറ്റിയതാണെങ്കിലും അത് സാരമില്ലാത്ത നിലപാട് ഞങ്ങൾ എടുക്കും. അതായത് കേരളത്തിൽ നിന്നല്ല, രാജ്യത്തെ CPM എതിർക്കുന്ന രാഷ്ട്രീയ എതിരാളി BJP ആണ്. അതെ, നോട്ട് കോൺഗ്രസ്. BJP ആണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്തിന് മുന്നിൽ ആപത്തായിട്ട് നിലകൊള്ളുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത്, അതുകൊണ്ട് തന്നെ BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോൺഗ്രസ് മുക്ത ഭാരതമല്ല ലക്ഷ്യം. അല്ല, ഒരു മുക്തവും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നിലവിൽ നിൽക്കുന്ന ഭരണം BJP ഭരണമാണ്. BJP ആണ് രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർത്തുകൊണ്ടിരിക്കുന്നത്. BJP ആണ് ജനാധിപത്യത്തിന് വലിയ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ സ്ഥലമാണ്. അതും കൂടി നമുക്കൊന്ന് പ്രേക്ഷകർ, ഇത് ഏതാ സ്ഥലം? ഇതിപ്പോ ചേക്കുപാലം കഴിഞ്ഞ് ഇത് ഇപ്പൊ നമ്മള് ധർമ്മടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ധർമ്മടത്തേക്ക് എത്തുന്ന സ്ഥലമാണ് അല്ലെ? അപ്പുറത്തും ഇപ്പുറത്തും വലിയ 6 ലൈൻ എത്തിയിട്ടുണ്ട് അല്ലെ? NH66 അതിലേക്ക് കാര്യം നമ്മള്. ഇത് ഈ NH66 ഈ സർക്കാരിന്റെ ഒരു ഐക്കണാണ് അല്ലേ? പിന്നെ അത് ഇവിടെ നടപ്പാവില്ല എന്നല്ലേ കണക്കാക്കിയിരുന്നു.
അത് വലിയ തടസ്സങ്ങളും എതിർപ്പുകളും ഒക്കെ ആയിരുന്നല്ലോ. പക്ഷേ നമ്മുടെ അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ. എന്തിനാണ് ഭരണം, എന്തിനാണ് ഗവൺമെന്റ്, അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഡ്യൂട്ടി? നമ്മൾ പദ്ധതികൾ നടപ്പാക്കലാണോ, അല്ല പദ്ധതിയെ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കലാണോ? ഞങ്ങൾ കാണുന്നത് പദ്ധതി നടപ്പാക്കലാണ് പ്രധാനം. പദ്ധതി നടപ്പാക്കലാണ് പ്രധാനം എന്ന് വന്നാൽ എതിർക്കുന്നവരെ ആകെ നശിപ്പിക്കണം എന്നല്ല, എതിർക്കുന്നവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അങ്ങനെ പദ്ധതി നടപ്പാക്കുക, മനുഷ്യത്വപരമായ കോമ്പൻസേഷൻ. അതെ, ഇതാണ് ഞങ്ങൾ ചെയ്തത്. ജനങ്ങളെല്ലാം സഹകരിച്ചില്ലേ? പക്ഷെ അപ്പോഴും കോൺഗ്രസ് ചോദിക്കുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് പോലെ, കണ്ണൂർ പോലെ, മെട്രോ പോലെ എന്തുണ്ട് ഈ പിണറായി സർക്കാരിന്റെ? അതിപ്പോ നമ്മുടെ നാട്ടില് ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികൾ പുതുതായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയല്ലേ. പാവിൽ എന്ന് പറഞ്ഞ NH66 ഇത് ഗെയില്, അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ മുടങ്ങിക്കിടന്നതാണല്ലോ. അതല്ലേ ഇപ്പൊ പൂർത്തിയായത്. വാട്ടർ മെട്രോ പൂർണ്ണമായിട്ട് നടപ്പായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരിലെ മാറ്റിവെക്കുന്നത്. എന്തെല്ലാം പദ്ധതികൾ. ഇപ്പോ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നില്ലേ, നമ്മുടെ നാട്ടില് വരികയല്ലേ. ഇപ്പൊ വന്നിട്ടുള്ള മികവിന്റെ കേന്ദ്രങ്ങൾ 13 മികവിന്റെ കേന്ദ്രങ്ങളാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽസും മൈക്രോബയോവും അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ വരികയാണ്. ഇവിടെ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ലോക പ്രശസ്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറാൻ പോവുകയാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നിട്ടും പക്ഷേ പ്രോജക്റ്റ് ഇല്ല എന്ന് പറയുകയാണ് കോൺഗ്രസ്, അല്ലേ? അത് വസ്തുതകൾ മറച്ചു വെക്കാനുള്ള താല്പര്യത്തോടെ ചെയ്യുന്ന കാര്യമാണ്. ശരി, ഇനി ഒരു ചോദ്യം കൂടി. BJP മാത്രമല്ല, SDP യുടെ ഡീല് കൂടി ഒരു ഭാഗത്ത് BJP ഡീൽ എന്ന് പറയുന്നു, മറുഭാഗത്ത് SDP ഡീൽ എന്ന് പറയുന്നു. മധുര പാർട്ടി കോൺഗ്രസിൽ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും സമീകരിച്ചിട്ടുണ്ട്. എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് മധുര കോൺഗ്രസിലെ പാർട്ടി പ്രമേയത്തിൽ പറയുന്നത്. ആ വോട്ട് വേണ്ടെന്ന് വെച്ചുകൂടെ CPM? അല്ല, ഞങ്ങളിപ്പോ സാധാരണ നിലയിൽ വർഗീയതയോട് സ്വീകരിക്കുന്ന സമീപനാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്കില്ല. എല്ലാ വർഗീയ ശക്തികളെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ്. ഇപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ കേരളം വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്തൊരു നാടാണ്. തികച്ചും ശാന്തവും സമാധാനവുമായ ജീവിതം ഇവിടെ നയിക്കാൻ പറ്റും. ഇതിനിടയാക്കിയത് LDF ഗവൺമെന്റ് ആയതുകൊണ്ടല്ലേ. കാരണം ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ല, ഒരു വർഗീയതയും ചാരി നിൽക്കില്ല. ഏതെങ്കിലും വർഗീയ സംഘടനകള് ശക്തമായ നിലപാടെടുത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നോക്കിയാൽ കർക്കശ നടപടിയാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടല്ലേ ഇവിടെ സംഘർഷമില്ലാത്തത്, ശാന്തിയും സമാധാനവും വന്നത്. ഇന്ന് കേരളം പോലൊരു സ്ഥലത്ത്, ഇത്രയും സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ കേരളത്തിന് പുറത്തുള്ളത്. അങ്ങനെ ഒരു നിലയിലേക്ക് നമ്മുടെ നാട് മാറിയല്ലോ. മാത്രമല്ല, നമ്മുടെ കേരളത്തിലേക്ക് നിക്ഷേപം ആ തരത്തിൽ വരാൻ പോവുകയാണ്. എന്റെ ഒരു അനുഭവം ഞാൻ നേരത്തെ ചിലരോട് പറഞ്ഞിരുന്നു. ഒരു കൂട്ടർ ഒരു പുതിയ വ്യവസായ സംരംഭത്തിന് വരികയാണ്. ആ വന്നവര് വ്യവസായ മന്ത്രിയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. എന്നെ കാണാൻ വന്നതാണ്, വെറുതെ ഒരു കേൾസിക്കോൾ. അപ്പോ അവര് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ കേട്ടപ്പോൾ ഞാനൊന്ന് അമ്പരുന്നു. 3,60,000 കോടി രൂപയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളം തെരഞ്ഞെടുക്കാൻ കാരണം? അവര് പറഞ്ഞ മറുപടി, അവര് കേരളീയരല്ല, അവര് പറഞ്ഞ മറുപടി, കേരളം പോലെ ഭദ്രമായൊരു സ്ഥലമില്ല, ഇവിടെ കമ്മ്യൂണൽ കുഴപ്പമില്ല, കമ്മ്യൂണൽ പ്രശ്നങ്ങളില്ല, ഞങ്ങളുടെ നിക്ഷേപം ഭദ്രമായിരിക്കും, അങ്ങനെ സുരക്ഷിതമായ സ്ഥലം എന്നുള്ളവർക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതാണ് കേരളത്തെ കുറിച്ചുള്ള മതിപ്പ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ട് SDP-യുടെ വോട്ട് വേണ്ട എന്ന് CPM പറയുന്നില്ല? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾ സ്വീകരിക്കരുതെന്ന് UDF-നോട് പറയുന്നു. അത് ഇരട്ടത്തപ്പല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കരുതെന്നല്ല പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതിനെയാണ് ഞങ്ങൾ ആക്ഷേപിച്ചത്. രാഷ്ട്രീയ സഖ്യം പാടില്ലെന്നാണ്. രാഷ്ട്രീയ സഖ്യത്തിന്റെ കാര്യമാണ് ഞങ്ങൾ വിമർശിച്ചത് എപ്പോഴും. ഇപ്പോ BJP എതിർക്കുന്നവരാണ് കോൺഗ്രസ് എന്നല്ലേ പറയുന്നത്. എന്നാൽ BJP ഏതെല്ലാം ഘട്ടത്തിൽ അവർ കൂട്ടുകൂടിയിട്ടുണ്ട്, ഏതെല്ലാം ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ SDP-യുടെ കാര്യം പറഞ്ഞാല്, കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDP ആയിരുന്നില്ലേ? എല്ലാരും കണ്ട കാര്യമല്ലേ അത്. അപ്പൊ അവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ച് അവരെ കാര്യം നോക്കണ്ട, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവരോടും ഒരേ സമീപനമാണ്. വർഗീയതയോട്
ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ കക്ഷിയുമായി രാഷ്ട്രീയ ബന്ധത്തിന് ഒരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, SDP ആവട്ടെ, മറ്റേത് നമ്മൾ കാണുന്നത് വർഗീയ ശക്തികൾ എന്ന നിലക്ക് വരുമ്പോൾ ആ വർഗീയ ശക്തികളുമായിട്ടുള്ള ഒരു ബന്ധത്തിനും ഞങ്ങളില്ല. അതുമായിട്ടൊരു മൃദു സമീപനവും ഞങ്ങൾക്കില്ല. വിട്ടുവീഴ്ചയില്ലാതെ അവരെ എതിർക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ മുഴുപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഇറങ്ങുകയാണെന്ന് തോന്നുന്നു അല്ലെ? ഇവിടുന്ന് മറ്റേ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. NH66 നിന്ന് നമ്മൾ മുഴുപ്പിലങ്ങാട്ടേക്ക് വരികയാണ്. ഇനി ഈ വയനാടിന്റെ കാര്യത്തില് യഥാർത്ഥ ഇപ്പൊ കണക്ക് വിട്ടിട്ടുണ്ട് കോൺഗ്രസ് 5 കോടി 38 ലക്ഷം രൂപയുടെ ഒരു കണക്ക് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട് വെക്കാൻ സ്ഥലമില്ല. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നത് സർക്കാരിനോട് വീട് വെക്കാൻ സ്ഥലമുണ്ട്, വീട് വെക്കാൻ പണമില്ല. വീട് വയ്ക്കാനുള്ള സ്ഥലം സർക്കാർ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് ഈ വൈകലിന് കാരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യം. 2 ആപ്പിലൂടെ പിരിച്ചു, ഇനി പിരിവില്ല. പക്ഷെ വീട് വെക്കാൻ പണമില്ല. 5 കോടിയെ സമാഹരിക്കാൻ കഴിഞ്ഞു. DYFI 20 കോടി പിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നേരായ കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കണമല്ലോ. അത് അദ്ദേഹം മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ വീട് വെക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങള് രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തൊരു വിഷയമല്ല. ഗവൺമെന്റ് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയിൽ എല്ലാ ഘട്ടത്തിലും വ്യക്തമാക്കിയൊരു കാര്യം, അത് ഇവിടെ വീടുകൾ നമ്മൾ ഒരു ടൗൺഷിപ്പായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നു, സ്ഥലമെടുക്കണം. അതിനുവേണ്ടി വീടുകൾ നിർമ്മിച്ചു നൽകാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ വീടുകൾ ഓഫർ ചെയ്തു. 100 വീട് ഒരു കൂട്ടർ ഓഫർ ചെയ്യുന്നു, മറ്റൊരു കൂട്ടർ 100 വീട് ഓഫർ ചെയ്യുന്നു. അങ്ങനെ കുറെ വീടുകൾ ഓഫർ ചെയ്തു വന്നു. അപ്പൊ നമ്മള് എല്ലാരും ഈ ഡിസ്കഷനാണ്, എങ്ങനെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. നമുക്കൊരു എല്ലാവർക്കും വീട് കൊടുക്കുന്നത് നമ്മൾ ഒരേ തരത്തിലുള്ള വീടായിരിക്കണല്ലോ. ഒരു വീട് നന്നായി, ഒരു വീട് ചെറുതായി, ഒരു വീടിന് മാറ്റം ഉണ്ടായി, അങ്ങനെ വരാൻ പാടില്ല. ഒരു ഏകരൂപം വേണം. അത് ശരിയാണ്. നമുക്ക് ഒരേ തരത്തിലുള്ള വീട് മതി എല്ലാവർക്കും. അപ്പൊ അത് നല്ലത് സർക്കാർ തന്നെ നിർമ്മിക്കില്ല, നമ്മൾ കണ്ടു. അപ്പൊ എങ്ങനെയാണ് പൈസ ഒരു ഓരോരുത്തരും വീട് നിർമ്മിക്കുന്നതിന് അവരവരോ നിർമ്മിക്കുക എന്നുള്ളത് അത് വേണ്ട. പൊതുവെ ഒന്നിച്ച് തീരുമാനിച്ചാൽ മതി, അതിന് പൈസ വാങ്ങിയാൽ മതി. ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കുകയാണ്. അടക്കം പൈസ തീരുമാനിച്ചു വാങ്ങാം. പൈസ എത്രയാണ് നിങ്ങൾ പറയണം എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു. ഇത് 1/1/2025 ആദ്യ ഒരു സർവകക്ഷി യോഗം കൂടുന്നു, പിന്നീട് സ്പോൺസർമാരുടെ 2 യോഗങ്ങൾ ചെയ്തു. എന്തെല്ലാം മിനിറ്റ്സ് ഉണ്ട്. അന്ന് ഇതാണ് തീരുമാനം. അല്ല, ആ യോഗത്തിൽ മാത്രമല്ല, അതിന് പുറമെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ആ ഡേറ്റ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ലെന്ന് മാത്രം. ഞങ്ങൾ പ്രതിപക്ഷ നേതാവും പിന്നെ ഡെപ്യൂട്ടി നേതാവും പിന്നെ ഞാനും റവന്യൂ മിനിസ്റ്ററും എല്ലാം കൂടി ഇരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായി. അന്നേ തീരുമാനിച്ചതാണ്. അങ്ങനെ ഇതാണ് ധാരണ അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിലൂടെ പിന്നെ തീരുമാനിക്കുകയാണ് പിന്നെ നമുക്ക് പൈസ നിശ്ചയിക്കാം. പൈസയെ പറ്റി കണ്ടപ്പോ പറഞ്ഞു എന്നാ 20 ലക്ഷം ഒരു വീടിന് 20 ലക്ഷം തരും. അപ്പോ 100 വീടാണെങ്കിൽ 20 കോടി തരും. ഇതാണ് വേണ്ടത്. അങ്ങനെ തീരുമാനിച്ച് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങി. അപ്പോഴൊന്നും ഇവര് വേറെ പോകുന്ന പ്രശ്നമേ വരുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ ഈ വീടിന്റെ മുമ്പിൽ ഇന്നയാൾ തന്ന വീടാണെന്ന് എഴുതി വെക്കാൻ പാടില്ല. അത് നമ്മള് എല്ലാം പൊതുവിൽ കാണുകയാണ്. കാരണം അത് അവരൊക്കെ ഒരു മോശമാണ്. നമ്മൾ അവരെ വീട്ടിൽ അവർ താമസിക്കട്ടെ. നമ്മുടെ മുമ്പിലത്തെ ഒരു ഫലകത്തില് ആരൊക്കെ സഹായിച്ചു, സ്പോൺസർ ചെയ്ത ആരൊക്കെ എന്ന കാര്യങ്ങൾ എഴുതാം. അത് മതി. എല്ലാവരും സംഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം ലീഗ് അങ്ങ് മാറുന്നത്. ലീഗ് മാറുന്നത് പക്ഷേ ലീഗിന്റെ പൈസയുണ്ട്, അവർ സ്ഥലം വാങ്ങി വീടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അവരൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഏതായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വിട്ടുപോകാൻ പാടില്ല. അതെ, ഇരിക്കട്ടെ. ഏതായാലും അവരങ്ങനെ ചെയ്തു. അപ്പൊ അപ്പോഴും പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, ഇതെന്താ അങ്ങനെ ചെയ്ത്, അങ്ങനെ വിട്ടുപോകേണ്ട കാര്യം എന്താണ്? അപ്പൊ അതിന് പിന്നെ വേറെ അവരെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ല. അത് അവർക്ക് കാരണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ നിന്നു. അപ്പോഴും കോൺഗ്രസ് സ്വന്തം സ്ഥലം വാങ്ങുന്നില്ല, അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല, അങ്ങനെ ഒരു നിലയെ എടുക്കുന്നില്ല. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വേറെ പോകുന്നു എന്ന് പറയുന്നത്. ഞങ്ങളുമായിട്ട് ഒരു ആലോചന നടത്തിപ്പോയതല്ലത്. ഞങ്ങളോട് സ്ഥലത്തിന് ചോദിക്കുന്ന പ്രശ്നമേ വരുന്നില്ലല്ലോ. കാരണം സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാനല്ലേ ഞങ്ങൾ തയ്യാറാകുന്നത്.
അപ്പോൾ അതിന്റെ ഭാഗത്തൊരു സ്ഥലം ഞങ്ങൾ വീട് നിർമ്മിച്ചോളാന്ന് പറഞ്ഞ് ചോദിക്കുന്നില്ലായിരുന്നു. അത് വേണ്ടാത്താണല്ലോ ഞങ്ങൾ തന്നെ കണ്ടത്. അപ്പൊ അത് തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ്. ഇപ്പോ നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ നിശ്ചയിച്ച കണക്കില് 100 വീടിന് 20 കോടി ഉറുപ്പ്യ വേണമായിരുന്നു. ആ 20 കോടി ഉറുപ്പ്യാണ് പിന്നെ നേരത്തെ 100 വീടിന്റെ കണക്ക് പറയുമ്പോൾ DYFI അവർ 20 കോടി പിന്നെ കൃത്യമായിട്ട് തന്നു. അങ്ങനെ തന്നവരുണ്ട്. ആ പണം എടുത്തിട്ട് വീട് നിർമ്മിക്കുന്നു എന്നുള്ള നില എടുത്തിട്ടുണ്ട്. ഇവരെടുത്ത് ആ പണം ഉണ്ട് എന്നല്ലേ അന്നല്ല ഉള്ള ധാരണ. അന്ന് പണം ഇല്ല എന്ന് പറയുന്നില്ലല്ലോ. എന്താണ് പിന്നെ സംഭവിച്ചത്? അത് അവര് വ്യക്തമാക്കേണ്ടതാണ്. ഇവിടെ കണക്കുകളിൽ വരുന്നപ്പോ സീമിന് വിശ്വാസം തോന്നിയോ? കോൺഗ്രസിന്റെ കണക്കിൽ 5 കോടി ഇന്റർനാഷണൽ കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് ആർക്കും വിശ്വസിക്കാവുന്ന കാര്യമല്ല അത്. ആരും വിശ്വസിക്കില്ല. ഇപ്പോ ലീഗ് പിരിച്ചത് 40 കോടി നിലയിൽ. അപ്പോ കോൺഗ്രസ് അഖിലേന്ത്യാ പാർട്ടിയാണ്. രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ള പിരിവിന്റെ ഭാഗമായി വലിയ സംഖ്യ വന്നിട്ടുണ്ടാവും. അത് അവരെ പാർട്ടിയുടെ രീതി വെച്ച് അതിനെന്തൊക്കെയോ സംഭവിച്ചു. അതാണ് എന്താണെന്ന് CM ആരോപിക്കുന്നില്ല. അതാണ് കാണാൻ. ഞാൻ പറയുന്നത് ഇതിന് കോൺഗ്രസിൻ്റെതായ ശീലവും സംസ്കാരവും ഉണ്ട്. അതിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷേ വേറൊരു കാര്യം നമ്മൾ എല്ലാവരും ആലോചിക്കണം. നാടിന് ദുരന്തം വന്നാൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി പിരിച്ചു വിട്ടടിക്കാൻ പാടുണ്ടോ? അത് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണ്ടേ? അത് ഇനിയും നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇതിനു ശേഷവും ആലോചിക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്കതിലുള്ള അഭിപ്രായം. ഞാനിനി ഒരു പേഴ്സണൽ കാര്യം കൂടി ചോദിച്ചോട്ടെ. CMന്റെ ആറ്റിറ്റ്യൂഡിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം വന്നെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ മാറ്റം വരുത്തിയതാണോ, അങ്ങനെ മാറ്റം വരുന്നതാണോ, അതല്ല ഒരു കർക്കശക്കാരനാണ് എന്ന് പൊതുവേയുള്ളൊരു പൊതുജനാഭിപ്രായം എങ്ങനെയോ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനിടയിൽ CM പറഞ്ഞൊരു അഭിപ്രായം മറ്റേ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞത് വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കി UDF മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിച്ചു, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, അതൊരു പൊതുയോഗ വേദിയിലായിരുന്നു. ഒരു ചോദ്യം പൊതുവെ ഈ കർക്കശ സ്വഭാവം എന്നുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കിട്ടിയതാണോ, അതല്ല അത് നിർമ്മിക്കപ്പെട്ടൊരു ശരീരഭാഷയാണോ? അങ്ങനെയില്ല. നമുക്ക് ഓരോരുത്തർക്കും പിന്നെ നമ്മൾ പച്ചയായ മനുഷ്യരല്ലേ ഓരോരുത്തരും. അത് ഓരോ ഘട്ടത്തിലുള്ള അന്നത്തെ നിരക്കനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്. പൊതുവെ ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരു ശീലമുണ്ടോ? അങ്ങനെയല്ല, ദേഷ്യത്തിന്റെ അല്ല, പ്രതികരണങ്ങൾ അപ്പോ വേണമല്ലോ, അത്രയേ ഉള്ളൂ. ഇപ്പോ പൊതുയോഗത്തിന് ചോദ്യം എന്ന് പറയുന്നത് സാധാരണ ആരും ചോദിക്കുന്ന ഒരു കാര്യമല്ല, ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോ ഞാനൊരു പത്രസമ്മേളനം തന്നെ അത് പറഞ്ഞു പത്രക്കാരോട്, നിങ്ങളിപ്പം മാധ്യമ പ്രവർത്തകരാണ്, നിങ്ങൾ ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഉത്തരം പറയുന്നുണ്ട്. ഞാനൊരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. പൊതുയോഗത്തിന്റെ മര്യാദ ഉണ്ടല്ലോ, അതല്ലേ സാധാരണ രീതി. അപ്പൊ അതല്ലേ പാലിച്ചു പോകേണ്ടത് എപ്പോഴും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നപ്പോ അന്നേരം ഉണ്ടായ ഒരു പ്രതികരണമാണ്, അത്രയേ ഉള്ളൂ. അതായത് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു സ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ചോദ്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഒരു പ്ലാൻ അനുസരിച്ചല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇപ്പം പത്രസമ്മേളനങ്ങളിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരുമല്ലോ, അതിന് പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ രീതി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പൊതുയോഗത്തിൽ സംസാരിക്കാൻ പോകും. പണ്ട് കാലങ്ങളിലുള്ള ഒരു ശീലം, ചില പൊതുയോഗം ബഹളം വെക്കാൻ വേണ്ടി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗമൊക്കെ ആകുമ്പോൾ ബഹളം വെക്കാൻ സെറ്റുകാരുണ്ട്. അങ്ങനെ ഒരു സെറ്റുകാർ ഒരിക്കൽ എന്റെ യോഗത്തിൽ ഒരു കളിച്ച കളി ഞാൻ പറയാം. പഴയ കാലമാണ്, എന്റെ ചെറുപ്പകാലം. സെക്രട്ടറി അതിലെല്ലാം വളരെ മുമ്പ് ഒരു സ്ഥലത്ത് യോഗത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നു, മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ നില സംസാരം, ആളെ തൊട്ടടുത്ത് തന്നെ ആള് വരുമല്ലോ. അപ്പൊ വന്നിട്ടൊരു കടലാസ് തന്നു. അപ്പൊ ചോദ്യമാണ്, ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. അപ്പൊ ഈ കടലാസ് ഞാൻ നോക്കിയപ്പോ ചോദ്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ പൊതുയോഗമാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഇരിക്കാം, ഇഷ്ടമില്ലാത്തവര് ഇവിടുന്ന് പോകുക. ഇപ്പൊ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഞാൻ ആ കടലാസ് ക്രിയം കിട്ടും. അത് വലിയ ബഹളാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ഞങ്ങളെ പാർട്ടി വിരുദ്ധ കേന്ദ്രമാണ്. പക്ഷെ അതാണ് എന്റെ രീതി, ഞാനത് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ ഒരു പക്ഷെ അതിന് വ്യത്യസ്ത മാനങ്ങൾ വന്നേനെ അല്ലേ, ഈ ക്യാമറകൾ അല്ലേ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. അല്പം വെള്ളം കുടിച്ചുള്ളൂ, കാരണം ഇത് മുഴുപ്പിലങ്ങാട് ബീച്ചിലൂടെയാണ്. മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ ഒരു പ്രത്യേകത പ്രേക്ഷകർക്ക് അറിയാലോ, ഇത് ഡ്രൈവിൻ ബീച്ചാണ്.
എത്ര ആൾക്കാരാണ് വരുന്നത് അറിയുമോ? അത് ഈ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. യു മസ്റ്റ് കം, ഈ സ്ഥലത്തേക്ക് വരിക, ഈ കാഴ്ചകൾ കാണുക എന്നുള്ളതാണ്. നമ്മളിപ്പോ പോകുന്നത് ഇതിന് നല്ല ദൂരത്തിൽ തന്നെ ഒരു വാക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 ഫേസ് ആയിട്ടാണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. കേരളത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയി അടയാളപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. ആ ബീച്ചിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്ക് പാട്ടി കാണുന്നില്ലേ? അതെ, കടൽ തൊട്ട് ചേർന്നിട്ട് അല്ലേ? എനിക്കൊന്നു ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇല്ലല്ലോ ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട്, ഇത്രയും ദീർഘമായ ഒരു അല്ലേ? ഇതിപ്പോ 3 ഫേസ് ആയിട്ടാണ് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് ഒന്നുകൂടി ഹരമാവട്ടെ നിങ്ങളെ ഈ റിപ്പോർട്ടിംഗ്. അല്ല, ഇത് തീർച്ചയായിട്ടും ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ യാത്രയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ടല്ലോ. യു കം ആൻഡ് വിസിറ്റ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ദിസ് ഈസ് ദ പെർഫെക്റ്റ് ഡ്രൈവ്-ഇൻ ബീച്ച് ഇൻ ഇന്ത്യ. And you will not find this kind of a beach and the kind of hospitality these people are rendering. You please come, do visit, and this is the MLA and this is the Chief Minister who is calling you. Come and visit Mudipilangad. Yes, Enjoy the beauty of the sea, the beauty of the beach, the beauty of the drive-in beach. People are enjoying actually. ഇത് അടുത്തൊരു ലെവലിലേക്ക് മാറ്റാൻ പോവാണെന്ന് തോന്നുന്നു അല്ലേ? അതെ 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 അതെ, ഇത് ഉന്നതമായ നിലയിലേക്ക് മാറാൻ പോകുക. ഇത് 3 ഫേസ് ആയിട്ടാണ് ഇതിന്റെ. ആദ്യ ഫേസ് പൂർത്തിയായി. ആദ്യ ഫേസായി. KTDC ഒരു പ്രൊജക്റ്റും ഉണ്ട്. അതെ അതെ, ഒരു ഹോട്ടൽ വന്നിട്ടുണ്ട്. KTDC ഹോട്ടലും ഉണ്ട്. So you can come and stay in the KTDC hotel, enjoy beautiful evening on the beach, enjoy with your kids, enjoy with your family, spouse. വൈകുന്നേരങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളാണ് ഇവിടെ. ആണ്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഡ്രൈവ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇത് നമ്മൾ ശരിക്കും കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഈ ടൂറിസം വലിയ തോതിൽ ടൂറിസം വികസിച്ചല്ലോ. നല്ല നല്ല വികസനം വന്നിട്ടുണ്ട്. നമ്മുടെ മറ്റേ ജലപാത കൂടി പൂർത്തിയായാൽ അത് ഭയങ്കര കാഴ്ചയായിരിക്കും. കോട്ടപ്പുറം 600 കിലോമീറ്റർ അല്ലേ വരിക? കോവളത്ത് തുടങ്ങി പിന്നെ ബേക്കലെത്തുന്ന, ഇപ്പൊ കണ്ണൂർ, കാസർഗോഡ്, പിന്നെ കോഴിക്കോടിന്റെ ചില ഭാഗം കുറച്ച് പുതിയ സ്ഥലങ്ങൾ വേണം. ബാക്കിയെല്ലാം നല്ല നിലക്ക് വരും. ഞാൻ ചോദിക്കട്ടെ, യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ആസ്വാദ്യകരമായ കാഴ്ച എന്താണ്? അന്ന് ലോകത്ത് ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, കേരളത്തിൽ പലയിടങ്ങളിലും പാർട്ടി പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. അതല്ലാതെ ഈ ഉല്ലാസ യാത്രകൾ അങ്ങനെ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ അധിക യാത്ര പാർട്ടിക്കല്ലാതെ, ഒഫീഷ്യൽ അല്ലാതെ യാത്രയ്ക്ക് വേണ്ടി വളരെ നടത്തിയത് വളരെ അപൂർവേ നടത്തി. അത്രേ ഉള്ളൂ, അപൂർവമായിട്ട്. കാഴ്ചയിൽ ഏറ്റവും സുഖകരമെന്ന് തോന്നുന്ന കാഴ്ച എന്താ? ബീച്ചാണോ, ഈ കുന്നുംപുറങ്ങളാണോ, അഥവാ മലയോര മേഖലകളാണോ? അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലേ? അതോ അതിനിടയിൽ ചില കാഴ്ചകൾ വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇപ്പോ ഭൂമി ഇങ്ങനെ പടർന്നൊക്കെ കിടക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച നമുക്കത് ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചകളാണ്. അങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു അപൂർവമാണ്. പക്ഷെ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അതില്ല. മിക്കവാറും ഈ ഔദ്യോഗിക ചുമതലകളും ചിന്തകളും ഉണ്ടാവും അല്ലെ? ശരി, നമ്മൾ പറഞ്ഞത് ഈ ശരീരഭാഷയെ കുറിച്ച്. അത് വളരെ അന്ന് ഈ ക്യാമറകൾ ഇല്ലാത്ത കാലത്ത് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അന്ന് തന്നെ വലിയ വാർത്തയായിരുന്നു അല്ലെ? പൊതുയോഗത്തിൽ വെച്ച് നോട്ടീസ് കീറിക്കളഞ്ഞ, ചോദ്യം കീറിക്കളഞ്ഞ, കത്ത് കീറിക്കളഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ചർച്ചയായി മാറും. അതിലൊരു മാറ്റവും CM വരുത്തിയിട്ടില്ല. അല്ല, അത് ഒരു സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്, മറ്റൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ പാടുള്ളതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ സിദ്ധാന്തം. പക്ഷെ അതിനെ പ്രതിപക്ഷം ധാർഷ്ട്യമായിട്ടും അഹങ്കാരമായിട്ടുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല, അങ്ങയുടെ ശരീരഭാഷയെ കുറിച്ച് ലേഖനം തന്നെ വന്നിട്ടുണ്ട്. അത് അങ്ങനെ ധാർഷ്ട്യാണെന്ന് പറയുന്ന കാര്യം അതിനില്ല. സാധാരണ നിലക്ക് അതെന്നെ പറ്റിയൊരു ചിത്രീകരണത്തിന് വേണ്ടി നടത്തുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ഒരു കൂട്ടം ഈ വലതുപക്ഷ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകളാണല്ലോ എനിക്കെതിരെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ പല മുഖഭാവങ്ങളുണ്ടാവും. അതില് ചില കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശക്തമായി പറയുന്ന നിലക്ക് ഒരു കടുപ്പിച്ച മുഖഭാവം ഉണ്ടാവും. ആ കടുപ്പിച്ച മുഖഭാവം മാത്രം എല്ലാ ഘട്ടത്തിലും കൊടുത്താൽ നിങ്ങളൊരു കടുപ്പക്കാരനായി. അതാണ് എന്റെ കാര്യത്തിൽ പ്രയോഗിച്ചത്. അത് ബോധപൂർവം പ്രയോഗിക്കുകയാണ്. ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ഏത് പിന്നെ എങ്ങനെ ചിത്രീകരിച്ചാലും ജനങ്ങളായിട്ടാണ് വിലയിരുത്തുക. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാളെയും വിലയിരുത്തുക. ആ വിലയിരുത്തലിൽ ഒരിക്കലും എനിക്ക് ഒരു നീതികേടുള്ളതായി തോന്നിയിട്ടില്ല. ജനങ്ങൾ എപ്പോഴും എന്റെ രീതിയിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഇത് വേണമെങ്കിൽ ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡ വെച്ച് CM നേരിടാവുന്നേ ഉള്ളൂ. ഒരു PR ഏജൻസിയെ സമീപിച്ചാൽ തന്നെ
ഈ അങ്ങനെയാണല്ലോ പ്രൊഫഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ശരീരഭാഷ എന്താവണം, ഉടുക്കുന്നത് എന്താവണം, ധരിക്കുന്ന വസ്ത്രം എന്താവണം, നമ്മൾ ദേശീയ നേതാക്കളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു ആവശ്യമില്ല. പ്രൊഫഷണൽ PR വെച്ച് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. പക്ഷെ PR ആണ് അങ്ങേക്ക് നേരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണവും. അത് വലിയ ആരോപണമായിട്ട് വരുന്നുണ്ടല്ലോ. ഇത് പിന്നെ പിന്നെ എന്റെ പത്രസമ്മേളനങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഞാനും തന്നെ പത്രക്കാരോട് ചോദിച്ചല്ലോ, നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ, അന്നേരം ഞാൻ ഏതെങ്കിലും ആളോട് ചോദിച്ചിട്ടാണോ മറുപടി പറയുന്നത്? എന്റെ മറുപടി പറയില്ലേ? ഞാൻ ഈ ഇന്റർവ്യൂവിന് സീമനെ ക്ഷണിക്കുമ്പോൾ സീമനോട് ഞാൻ വെച്ച നിർദ്ദേശം നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് അഭിമുഖം നടത്താം. ഏതെങ്കിലും തരത്തിൽ CM ഇങ്ങോട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടെയൊക്കെ വരണം എന്ന് പറഞ്ഞതല്ല, അതും കൂടി ഒന്ന് പറയുന്നത് ദിസ് നോട്ട് പാർട്ട് ഓഫ് PR. കാര്യം അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇടയുള്ളതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ലല്ലേ? ബോഡി ലാംഗ്വേജ് ഇതൊക്കെ ഒന്ന് മാറ്റാം. പ്രൊഫഷണൽ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ആളുകള്, ജനങ്ങള് നമ്മളെ ഓരോ രീതിയും വിലയിരുത്തുന്നവരാണ്. നിങ്ങള് കൃത്രിമമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൃത്രിമല്ല എന്ന് തോന്നിയാൽ അതുമായിട്ട് ജനങ്ങൾ പൊരുത്തപ്പെടും. നാളെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങി ധർമ്മടത്ത് ഈ പിണറായിയിലൂടെ നടന്നു പോകാൻ പറ്റണം. അതെ അതെ, അതാണല്ലോ ഏറ്റവും നല്ല കാര്യം. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുക, ജനങ്ങളുമായിട്ട് സംവദിക്കുക, അവരുടെ കൂടെ ഇരിക്കുക, അതൊക്കെ ഏറ്റവും നല്ല സമയമാണല്ലോ. അങ്ങനെ ചിലത് മിസ് ചെയ്യുന്നുണ്ടോ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ? അത് പൂർണ്ണമായിട്ടും മിസ് ചെയ്യല്ലോ. പൂർണ്ണമായിട്ടും സമയം കിട്ടില്ലായിരുന്നു. നാട്ടിലെ സൗഹൃദം സമയം കിട്ടില്ലായിരുന്നു. ഇപ്പൊ നാട്ടിൽ സമയം ചെലവഴിക്കാനേ ഉണ്ടാവില്ലായിരുന്നു. പോകണമെന്ന് ആഗ്രഹിച്ചാലും പോകാൻ പറ്റില്ലായിരുന്നു. ഈ തിരക്കിനിടയിൽ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം ആഗ്രഹിക്കുന്നത് എവിടെയായപ്പോഴും? അത് ഞാൻ എപ്പോഴും വീട്ടിലിരിക്കാനാണ് ആഗ്രഹിക്കുക. ധർമ്മടത്തെ വീട്ടില്, പിണറായിയുടെ വീട്ടില് അല്ലേ? അവിടെ ഓർമ്മകളുള്ള ആ വീട്ടിലിരിക്കുക അല്ലേ? ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. നമുക്ക് ഈ പൊളിറ്റിക്കലായ ചോദ്യം അവസാനിപ്പിക്കുന്നതിന് ദീർഘമായി നമ്മൾ സംസാരിച്ചു. ഇപ്പോ ഈ വികസനത്തിന്റെ പ്രോജക്റ്റ് ഒക്കെ ടൂറിസം മിനിസ്റ്റർ കൊണ്ടുവന്നെങ്കിലും വലിയ ആരോപണം, ഇപ്പോൾ അവിടെ PV അൻവർ അല്പസമയം മുമ്പും ആരോപണം ഉന്നയിച്ചു. അമിതാധികാര പ്രയോഗം നടത്താൻ അവസരം കൊടുത്തു ടൂറിസം മന്ത്രിക്ക് എന്നാണ്. അത് മുഹമ്മദ് റിയാസിന്, അങ്ങയുടെ പേര് പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത്. ഞാൻ ആ പേര് പറയില്ല, കാരണം അത് മുഹമ്മദ് റിയാസിനെ റദ്ദാക്കലാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദാക്കലാണ്. അങ്ങനെ ഒരു വലിയ ആക്ഷേപം PV അൻവറാണ് ഉന്നയിച്ചു തുടങ്ങിയത്. അത് പിന്നെ ചിലരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അമിതാധികാര പ്രയോഗം എപ്പോഴെങ്കിലും ടൂറിസം മിനിസ്റ്റർ നടത്തിയതായിട്ടോ അതിനുള്ള അവസരം കിട്ടിയതായിട്ടോ താങ്കൾ കരുതുന്നു? അത്തരം ഒരു കാര്യം എന്റെ ശ്രദ്ധയിലോ ഞങ്ങളുടെ ശ്രദ്ധയിലോ ഇല്ല. എന്റെ ശ്രദ്ധയിൽ മാത്രമല്ല, പൊതുവിൽ ഞങ്ങൾ ആരുടെയും ശ്രദ്ധയിലില്ല. എല്ലാ മന്ത്രിമാരും അവരവരുടെ രീതിയിൽ പ്രവർത്തിക്കുക എന്നല്ലാതെ അവരേതെങ്കിലും മേഖലയിൽ കടന്നു കയറി പ്രവർത്തിക്കുന്ന ഒരു നില ഈ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല മിടുക്കോടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല നിലക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നല്ല മതിപ്പ് ഓരോരുത്തരും സമ്പാദിച്ചിട്ടുണ്ട്. അതില് ഏതെങ്കിലും തരത്തിലുള്ള അമിതാധികാര പ്രയോഗം ഒരാളുടെ ഭാഗത്തും ഉണ്ടായതായിട്ട് മുഖ്യമന്ത്രി നിലക്ക് എനിക്ക് അനുഭവമില്ല. ഞങ്ങളുടെ മന്ത്രിസഭയിൽ ആർക്കും അത്തരത്തിലൊരു ആക്ഷേപവും ഇല്ല. 12 മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 12 മന്ത്രിമാർ തോക്കും, 1 ഡസൻ മന്ത്രിമാർ തോക്കും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം ഭദ്രാണോ? കടുത്ത മത്സരം പ്രതിപക്ഷ നേതാവ് നേരിടുന്നുണ്ടോ? ഞാൻ ചോദിക്കുക, ഭദ്രാണോ എന്ന് ചോദിക്കുക. അവിടെ ടൈസൺ മാസ്റ്റർ നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ടെന്നാണ്, പക്ഷെ കടന്നു വരുമെന്ന് അദ്ദേഹം കരുതുന്നു. ഒരു കാര്യം കൂടി, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോട് ഇപ്പം നുണേശൻ എന്നൊരു പദപ്രയോഗം, അദ്ദേഹം പിന്നീട് നുണറായി എന്നൊരു പദപ്രയോഗം അദ്ദേഹം തന്നെ നടത്തി, അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിനെ താങ്കൾ എങ്ങനെയാ കാണുന്നത്? ഞാൻ കാണുന്നത് ഒരു വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ്. ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. അത് പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളില്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ആളെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമെന്ന് നോക്കുന്നൊരു കാലമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആ കാര്യം ചെയ്യുന്നത് കോൺഗ്രസും UDF ആണ്. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ചില കാര്യങ്ങൾ തിരിച്ചും വന്നു വരും. അതാണ് സംഭവിക്കുന്നത്. പൊതുവെ സീമിനെ അഭിവാദ്യം ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർ, നമ്മളിവിടെ എത്തുന്നത് TV കണ്ട് അവിടെ കാണാൻ പറ്റുമായിരിക്കും. പ്രവർത്തകരുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അവര് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാണാൻ വന്നേക്കുന്ന വിനോദസഞ്ചാരികളുണ്ട്. ഓക്കെ, ആ വ്യക്തിയധിക്ഷേപം ആർക്കെതിരെയും പാടില്ല എന്നുള്ള അഭിപ്രായം ആശയപരമായി നമുക്ക് എതിർക്കാം. അത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി, പ്രതിപക്ഷ നേതാവിനോട് വിയോജിപ്പുണ്ടെങ്കിലും അങ്ങ് ആ പദം ഉപയോഗിക്കില്ല. അങ്ങ് ആ പദം ഉപയോഗിക്കില്ല. ഇല്ല, അത് ശരിയുമല്ല. അതിൽ നിന്ന് പിന്മാറി ആശയപരമായി എടുക്കുന്നത് ശരിയല്ല. അങ്ങനെ എടുക്കുന്നത് ശരിയല്ല. നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യങ്ങൾ ആക്ഷേപിക്കണം, ആക്ഷേപിക്കേണ്ട കാര്യങ്ങളെ ആക്ഷേപിക്കണം.
പക്ഷെ വ്യക്തിപരമായ ആക്ഷേപമായിട്ടത് മാറരുതെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ അതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് സുതാര്യമായ നിലപാടാണ് സർക്കാർ എടുത്തത് എന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അത് ഗൗരവമുള്ള പ്രശ്നമായിട്ടാണ് സർക്കാർ കണ്ടത്. അതിന്റെ ഭാഗമായി ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം. ആ പ്രത്യേക അന്വേഷണ സംഘം നമ്മുടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനുമാകണം. ഈ അഭിപ്രായം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാണ്. സർക്കാർ പറയാൻ ഹൈക്കോടതി അത് അംഗീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും ഒരു SIT വന്നു. കാണേണ്ടത് ഗവൺമെന്റ് അല്ല SIT വെക്കുന്നത്, ഹൈക്കോർട്ടാണ് വെക്കുന്നത്. അപ്പൊ അവര് പ്രവർത്തനം ആരംഭിച്ചു. നല്ല മികവാർന്ന പ്രവർത്തനം തന്നെയാണ് നടത്തിയത്. പക്ഷെ രാഷ്ട്രീയമായിട്ട് ഗവൺമെന്റിനെതിരെ ചില വിമർശനങ്ങൾ അന്നേരം ഉന്നയിച്ചു. ഞങ്ങൾ അതിന് മറുപടി പറയാൻ പോയില്ല. കാരണം ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഞങ്ങളല്ലാതെ കാര്യങ്ങൾ നടന്നത്. നല്ല മികവാർന്ന പ്രവർത്തനം നടക്കുകയാണ്. അപ്പോ ഹൈക്കോടതി തന്നെ അതിന് വ്യക്തത വരുന്നു. ഇത് ഞങ്ങൾ നിശ്ചയിച്ചതാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ്, ലഭിക്കാവുന്ന ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അവരുടെ കഴിവിലും കാര്യക്ഷമതയിലും ഞങ്ങൾക്കൊരു സംശയവുമില്ല എന്നൊക്കെ നല്ല വർത്തമാനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായി. പക്ഷെ അതിനുശേഷവും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ കാണുന്നത് കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല. നല്ല നിലയിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. അത് ആ നിലക്ക് തന്നെ തോന്നുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിച്ചത് ഒരു തെറ്റായ തീരുമാനമാണ്. അല്ല, അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഈ അറസ്റ്റ് നടന്നല്ലോ. അറസ്റ്റ് നടന്നു, അയാൾ ജയിലിലായി. ഞങ്ങളുടെ രീതി വെച്ച് അദ്ദേഹത്തോടൊരു വിശദീകരണം ചോദിക്കണം, എന്താണെന്ന് അറിയണം. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അറിയാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞങ്ങളത് കുറ്റപത്രം വരട്ടെ എന്ന് വെച്ച് കാത്തു നിന്നു. അത് വൈകി. അപ്പൊ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടി വന്നപ്പോൾ ഞങ്ങൾ ചെയ്തത്, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന് സമയമായി, ജാമ്യം കിട്ടുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ എല്ലാ ഭാഗത്തു നിന്നും ഒഴിവാക്കി നിർത്തി. എന്നിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് ചുമതലകളൊന്നുമില്ല, അന്വേഷണം നേരിടുകയാണ്. അതാണ് നിലവിലെടുത്ത സ്ഥിതി. ഇനി കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ തുടർ നടപടി ഉണ്ടാവും. കുറ്റപത്രം മാത്രമല്ല, ഞങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റ് തീരുമാനങ്ങൾ വരും എന്താണെന്നുള്ളത്. അത്രയാണ് വരിക. അതെ. ഒരു കാര്യം കൂടി, ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രിയെ വേണം കേരളത്തിന് എന്ന മട്ടിലൊരു പ്രചരണം നടത്തിയിരുന്നു. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞിരുന്നു. അവർ സ്ഥാനാർത്ഥിത്വത്തിരിക്കുന്നത് 9 പേരെ ഉള്ളൂ കോൺഗ്രസ്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു അഭിപ്രായം രാഹുൽ ഗാന്ധി പറയുന്നു. അങ്ങനെയുടെ ഒരു അഭിപ്രായം എന്താ? പകുതിയിലധികം വോട്ടർമാർ സ്ത്രീകളായ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രിയും വനിതാ പ്രാതിനിധ്യവും കുറച്ചുകൂടിയൊക്കെ കൂടണ്ടേ? വനിതാ പ്രാതിനിധ്യം കൂടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഓരോ സ്ഥാനവും എങ്ങനെ വേണം എന്നുള്ളത് അത് ഘട്ടത്തിൽ നമ്മൾ അത് സാഹചര്യം വെച്ച് തീരുമാനിക്കുന്ന കാര്യമാണ്. അതങ്ങനെ തീരുമാനിക്കാൻ പറ്റും. എന്നാൽ സംശയമില്ലാതെ പറയാൻ പറ്റും, വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കേണ്ടത് തന്നെയാണ്. അതിനിയും വർദ്ധിക്കേണ്ടതായിട്ട് ഇപ്പൊ ഞങ്ങൾ നിശ്ചയിച്ചതിലും കൂടുതൽ വനിതകളെ നിശ്ചയിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇനിയിപ്പോ സംവരണ ബില്ല് വരാൻ പോകുന്നു. പക്ഷേ സംവരണം വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? അല്ല, പാർട്ടി എപ്പോഴും വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പ്രായോഗികമായി ചില പ്രശ്നങ്ങൾ ആ സമയത്ത് വരും. തിരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം, സീറ്റിന്റെ ജയം, കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ചില ക്രൈറ്റീരിയകൾ നടപ്പാക്കുന്നതിന് ചില ഘട്ടത്തിൽ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറവുകൾ വരുന്നത്. എന്നാൽ ആ കുറവുകൾ വന്നുകൂടാ എന്ന് തന്നെയാണ് നിർബന്ധമായിട്ട് ഞങ്ങൾ കാണുന്ന കാര്യം. ഇപ്പോ നമ്മൾ നിൽക്കുന്നത് മുഴുപ്പിലങ്ങാട് വാക്ക് വേയിലാണ് അല്ലെ? വാക്ക് വേ മനോഹരമായ സ്ഥലമാണ്. നല്ല ദൂരമുണ്ട്. അതെ, ഇവിടെ CM നേരത്തെ വരുമായിരുന്നു. ഞാൻ വന്നിട്ടില്ല. ഈ ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടില്ല അല്ലെ? ദീർഘമായൊരു വാക്ക് വേ ആണെന്ന് തോന്നുന്നു അല്ലെ? രാത്രിയിലും വൈകുന്നേരം ഒക്കെ ഇരിക്കാൻ പറ്റും. മനോഹരമായ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് അല്ലെ? കാറ്റ് കൊള്ളാം. ഈ മുകളിലത്തെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാം. ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് വൈകുന്നേരം ഒരു ഈ കടൽ സായാഹ്നത്തിൽ വന്നിട്ട് കടൽ കാണാൻ പറ്റും അല്ലെ? സന്ധ്യക്ക് വലിയ ആളാണ് ഇവിടെ, വലിയ തിരക്ക് വരുന്നുണ്ട്. ആ അർത്ഥത്തിലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇപ്പൊ തന്നെ മാറിക്കഴിഞ്ഞിരിക്കും. മുഴുപ്പിലങ്ങാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇനിയിപ്പോ അങ്ങ് വീണ്ടും മുഖ്യമന്ത്രിയാകും എന്ന മട്ടിലാണ് പ്രചരണങ്ങൾ പല ഭാഗത്തുള്ളത്. അങ്ങയുടെ 3 എന്നാണ് 3.0, പിണറായി 3.0 എന്നാണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് എനിക്കറിയാം. അത് അങ്ങല്ല തീരുമാനിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അങ്ങയുടെ മനസ്സിൽ
ഇനിയും ഒരിക്കൽ കൂടി ഒരു മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാനുള്ളൊരു സാഹചര്യം എന്നൊക്കെ ഉണ്ടോ? അല്ല, അത് മുഴുവൻ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. എങ്ങനെ ഞാനതിന് മറുപടി പറഞ്ഞാലും അത് പാർട്ടി തീരുമാനത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വരിക. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം മറുപടി പറയാതിരിക്കലാണ്. പക്ഷെ അതിന് ആദ്യം തന്നെ മറുപടി വേണമെങ്കിൽ എനിക്ക് ഉത്തരമായിട്ട് എടുക്കാം. അതായത് മുഖ്യമന്ത്രി പദമോ സെക്രട്ടേറിയറ്റിലെ അധികാര ഇടനാഴിയേക്കാൾ പിണറായി വിജയനെ പ്രലോഭിപ്പിക്കുന്നത് സഖാക്കളുടെ ഇടയിൽ നിൽക്കുന്ന സംഘടനാ പ്രവർത്തകൻ എന്ന റോളാണ് അല്ലേ? അതിന് സംശയമൊന്നുമില്ല. അതിന് സംശയമൊന്നുമില്ല. ഇല്ല ഇല്ല, അപ്പൊ അത് വേണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എടുക്കാം. അതിന് സംശയമൊന്നുമില്ല. പാർട്ടി തീരുമാനിച്ചാൽ സംതൃപ്തിയോടുകൂടി മടങ്ങും. പാർട്ടി തീരുമാനം ഏത് തീരുമാനമായാലും അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാർട്ടി തീരുമാനം എന്താണോ ആ തീരുമാനം. ഒരു പുതിയ മുഖം വരട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ ആദ്യം അംഗീകരിക്കുന്നത് അങ്ങായിരിക്കും. ഒരു പ്രശ്നം അതിലുണ്ടാവില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള വിഷമവും അതിലുണ്ടാവില്ല. ഒരു ചർച്ചയ്ക്കുള്ള വഴിയേ തുറക്കില്ല. ഒന്നും ഉണ്ടാവില്ല. പാർട്ടിയുടെ തീരുമാനത്തിന് എന്താണോ പാർട്ടി തീരുമാനം അത് പൂർണ്ണമായിട്ട് അനുസരിക്കും. ഇപ്പോഴും പാർട്ടിയാണ് അങ്ങയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് അങ്ങ് മത്സരിക്കും. അത് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ആണെങ്കിലും ശരി, ബാക്കിയുള്ള വകുപ്പുകളാണെങ്കിലും. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രതിപക്ഷ നേതാവിനെ അങ്ങ് വിലയിരുത്തിയാൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, പ്രതിപക്ഷ VD സതീശൻ ഉണ്ടായിരുന്നു. അവരെ അങ്ങ് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അവരുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നത്? പ്രതിപക്ഷത്തിന്റെ മൊത്തമായ പ്രവർത്തനം എടുത്താല് ഇത്തവണ വേണ്ടത്ര വിജയിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന്. അല്ല, മാത്രമല്ല ഈ ഏറ്റവും ഒടുവിലത്തെ അസംബ്ലി സെഷൻ, ആ അസംബ്ലി സെഷനാണ് എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി സെഷൻ ആകുമ്പോ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കട്ടെ ഘട്ടാണ്. വിമർശനങ്ങളുടെ കുരമ്പുകൾ ഇങ്ങനെ വരുന്ന ഘട്ടാണ്. അവരത് പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചാൽ അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അവർക്ക് തിരിച്ചടിയായി. സമരം ചെയ്തു, പക്ഷെ അവര് സഭയ്ക്ക് പുറത്ത് ഒരു കാര്യവും കിട്ടിയില്ലായിരുന്നു, ഒരു മെച്ചവും കിട്ടിയില്ലായിരുന്നു. വലിയ ചർച്ച നടത്തിയിട്ട് ഞങ്ങളെ ഭരണപക്ഷത്തെ വലിയ തോതിൽ ആക്ഷേപിക്കാൻ കിട്ടുന്ന ഒരു സമയം അവർ ഉപേക്ഷിച്ചിട്ട്. ആ പാട്ടിനെ എങ്ങനെയാണ് കാണുന്നത്? ആ പാരടിപ്പാട്ട്, പാരടിപ്പാട്ടൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ഒരു കാര്യമാണ്. അതെ, അതൊക്കെ അവര് തയ്യാറാക്കിയ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി തന്നെ ആ പാട്ട് പാടി. അതല്ല, അതൊക്കെ ചെയ്യും. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ഒരു നിസ്സഹായാവസ്ഥ കണ്ടത് ഇപ്പോ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് നയപ്രഖ്യാപനം, മറ്റൊന്ന് ബജറ്റ്. നല്ല ചർച്ച വരാവുന്ന സമയമാണ്. ഒരു ചർച്ചക്കും അവർ തയ്യാറായില്ല, ഒരു ചർച്ച ഉന്നയിച്ചില്ല. പിന്നെ മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കാലോ, വേണമെങ്കിൽ അഴിമതി ആരോപണം അത് ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ലാലോ, ഉന്നയിക്കാനില്ലല്ലോ. ഉന്നയിച്ചാൽ എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പറയും പോലെയല്ലോ, മറുപടി അവിടെ തന്നെ കിട്ടില്ലേ. നിങ്ങള് പ്രസ് മീറ്റിംഗിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചാല് ആക്ഷേപം ഉന്നയിച്ച് പത്രക്കാര് ഘട്ടങ്ങ് പോവില്ലേ ചെയ്യും. മറ്റേ മറുപടി അവിടെ ആരും പറയുന്നില്ലല്ലോ. ഇത് അസംബ്ലിയിൽ ഉന്നയിച്ചാൽ അവിടെ തന്നെ കൈയോടെ മറുപടി കിട്ടില്ലേ. അതുകൊണ്ടാണല്ലോ അതിന് നിരക്കടാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു സംവാദത്തിന് അങ്ങേ വെല്ലുവിളിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. ഏത് സംവാദമാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഫേസ്ബുക്കിൽ ഒരു സംവാദം പറഞ്ഞിരിക്കുന്നു. അത് എപ്പോഴും തയ്യാറാണല്ലോ. അതിപ്പോ ഇപ്പോഴും മറുപടി തരട്ടെ, തിരിച്ചു മറുപടി നൽകാൻ തയ്യാറാണ്. അതെ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നേരിട്ടുള്ള സംവാദത്തിനാണ് പ്രതിപക്ഷ നേതാവ് വിളിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. സമയം കുറിക്കൂ എന്ന്. അല്ല, അതിനിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് അതൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അത് പ്രായോഗികമല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അത് ഇത്തരം കുറിപ്പുകളായിട്ട് നടത്താന്ന് പറഞ്ഞത്. അതിനങ്ങ് ഇപ്പോഴും ബില്ലിംഗ് ആണ്. അതെ അതെ അതെ, അങ്ങ് ഫേസ്ബുക്ക് കുറിപ്പിടുന്നുണ്ട്. മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണോ? പ്രതിപക്ഷ നേതാവിന്റെ മറുപടി അങ്ങ് പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം? A+ കിട്ടി, വികസന നേട്ടങ്ങൾ, UDF-ന്റെ കാലത്തെ ഇരുണ്ട കാലം, അതിനൊന്നും മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഇരുണ്ട കാലം എന്നൊരു പ്രയോഗം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി അധിക്ഷേപിക്കാനാണ് എന്ന മട്ടിൽ കേട്ടു. ആണോ അത് ശരി? ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതല്ല, ആ കാലത്തിന്റെ പ്രത്യേകത നയത്തിൻ്റെതാണ്. നയം കേന്ദ്രത്തില് 2 ഗവൺമെന്റുകൾ, ഈ 2011-16 കാലം കേന്ദ്രത്തിൽ 2 ഗവൺമെന്റ്. ഒന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഇവിടെ UDF ഗവൺമെന്റ്. ഇവർക്ക് 3 ആൾക്കും ഒരു നയമായിരുന്നു. ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പാക്കിയത്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരാശയം, യഥാർത്ഥത്തിൽ അത് നമ്മളുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിക്കും സ്വകാര്യ ആശുപത്രി സംവിധാനങ്ങൾക്കും വിദേശ നിക്ഷേപത്തിനും തീരെഴുതി കൊടുക്കാനുള്ള
അപകടകരമായ തീരുമാനമാണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട്. ആ പ്രകടന പത്രികയിൽ നടപ്പാക്കുമില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിൽ പ്രീമിയം അടയ്ക്കാനാണെങ്കിൽ പോലും 17,000 കോടി രൂപ വരും. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആകെയുള്ളത് 13,000 കോടി രൂപയുടെ ബഡ്ജറ്റ് അലോക്കേഷനേ ഉള്ളൂ. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങ് ഈ ഉദാരവൽക്കരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, അത് നടപ്പാക്കാനല്ലോ. നടപ്പാക്കാനാണെങ്കിലല്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്. UDF ഇത് തൽക്കാലം ഒന്ന് പറഞ്ഞ് ആളുകളെ ആശ്വസിപ്പിക്കുക, ആളുകളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പിന്തുണ കിട്ടുക. പക്ഷെ ഇതൊരു അപകടകരമായ ആശയമല്ലേ ഇൻഷുറൻസ് കമ്പനിയുടെ കൈകളിലേക്ക് ആരോഗ്യത്തെ കൊടുക്കുന്നത്? തീർച്ചയായും നമ്മൾ അഷ്യൂർഡ് ആണല്ലോ. നമ്മുടെ ആരോഗ്യ രംഗം വളരെ സജീവമാണല്ലോ, വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നല്ല മാറ്റങ്ങളാണല്ലോ പൊതുവിൽ ആരോഗ്യ രംഗത്ത് വന്നത്. പക്ഷെ ആരോഗ്യ വകുപ്പ് മന്ത്രി വലിയ വിമർശനങ്ങൾക്ക് വിധേയായി. അല്ല, ആ വിമർശനം മറ്റു ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങളല്ലേ, മറ്റു ആരോഗ്യ രംഗത്തിന്റെ കഴിവുകേട് കൊണ്ടല്ലാലും. ആരോഗ്യ രംഗത്ത് നടക്കുന്നതെല്ലാം മികവാർന്ന പ്രവർത്തനങ്ങളല്ലേ. നമ്മുടെ കരൾമാറ്റൽ ശസ്ത്രക്രിയ അടക്കം ജനറൽ ആശുപത്രിയിൽ വരെ നടന്നു. അതടക്കം വലിയ കാത്ത് ലാബുകൾ വന്നു. അതെ, മെഡിക്കൽ കോളേജുകൾ മാറി. അതിൽ ഒറ്റപ്പെട്ട വീഴ്ചകളെയാണോ ഇത് പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നത്? ഒറ്റപ്പെട്ട വീഴ്ച എന്ന് മാത്രമല്ല, ഇപ്പോ ഒരു കത്രിക സംഭവം ഉണ്ടായി, വർഷങ്ങൾക്ക് മുൻപുണ്ടായ കത്രിക സംഭവം. അവര് മന്ത്രിയായിരിക്കുന്ന കാലത്താണോ അല്ലേ തന്നെ അറിയില്ല. അല്ലല്ല, അവര് മന്ത്രിയായിരിക്കുന്ന കാലത്തല്ല, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ്. പക്ഷെ ഏത് കാലത്തായാലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് മൊത്തത്തിൽ ഒരു വീഴ്ചയായിട്ടല്ലല്ലോ വരുന്നത്. നടക്കാൻ പാടില്ലാത്ത കാര്യം നടക്കാൻ പാടില്ലാത്ത കാര്യമായിട്ട് കാണുക, അതിനെ കൈകാര്യം ചെയ്യുക, അതിലൊന്നും വീഴ്ച ഗവൺമെന്റ് വരുന്നില്ല. ഈ സ്വകാര്യ ആശുപത്രിയുടെയും സ്വകാര്യ നിക്ഷേപത്തിന്റെയും ഒരു ഗൂഢാലോചന ഇതിലുണ്ടെന്നും പ്രതിപക്ഷം ആ കെണിയിൽ പെട്ടുവെന്നും തോന്നുന്നുണ്ട്. തീർച്ചയായും. കാരണം പൊതുജനാരോഗ്യ സംവിധാനത്തെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു പ്രത്യേകത, നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളും നല്ല സംഭാവനയാണ് ആരോഗ്യരംഗത്ത് ചെയ്തിരുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യം ഇപ്പോൾ ഏറ്റവും മികവാർന്ന രീതിയിൽ വന്നു. നേരത്തെ ഏറ്റവും മികവാർന്ന രീതിയിലുണ്ടായിരുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മാത്രമായിരുന്നു. ഇപ്പൊ അതല്ല, നമ്മുടെ സർക്കാർ ആശുപത്രികളും നല്ല നിലക്ക് മാറി വന്നു. ഇവിടെ ഈ അടുത്ത വർഷങ്ങളിലായിട്ട്, ഇപ്പാണ് കുറച്ച് വർഷമായിട്ടുണ്ട്, ഒരു 3-4 വർഷമായിരുന്നു വന്ന മാറ്റം. നമ്മുടെ ആഗോള ഭീമന്മാർ അവര് ഇവിടത്തിലേക്ക് കണ്ണുവെച്ചു. അങ്ങനെ നല്ല ടെക്നിക്കാണ് അവരത്. ഒന്നും മാറുന്നില്ല, മാനേജ്മെന്റ് മാറുന്നില്ല, പേര് മാറുന്നില്ല, ആ പേരും ആ മാനേജ്മെന്റും തന്നെ. പക്ഷെ പണം ഇവരതാണ്. പണം ഇവരിറക്കുന്നതോടെ മാറ്റം ഒരു കാര്യത്തിൽ മാത്രമേ വരൂ, ബില്ലിന്റെ കാര്യത്തിൽ മാത്രമാണ് മാറ്റം. അപ്പോ സ്ഥിരമായിട്ട് ആശുപത്രിയിൽ പോകുന്ന ഒരാള് ഒരു ദിവസം എന്നോട് പറയാണ്, ഇനി അവിടെ പോകാൻ പറ്റില്ല, കാരണം ബില്ല് കൂടി, വലിയ ബില്ലായി. അപ്പോ വേറെ മാറ്റമൊന്നുമില്ല, വേറെ സൗകര്യങ്ങളിലോ മറ്റോ ഒന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നാൽ ബില്ല് വലിയ തോതിൽ കൂടി. ഇത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന ഈ സ്ഥലം ഒരുപക്ഷെ അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരിക്കും. ബ്രണ്ണൻ കോളേജിന്റെ അടുത്തുകൂടിയാണ് നമ്മളിപ്പോ പോകുന്നത്. ബ്രണ്ണൻ കോളേജിന്റെ സ്ഥലത്തുകൂടിയാണ് പോകുന്നത്. ഇതൊന്ന് അവസാനിപ്പിച്ചോളാം. ഒറ്റ കാര്യം കൂടി, ഇത് പക്ഷെ ഒരു വലിയ അപകടകരം. ഞാൻ ഈ ഇടയ്ക്ക് മുനീർ സാഹിബിനെ കണ്ടു, മുനീർ സാഹിബ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അപകടകരമായ ഒരു സംവിധാനമുണ്ട്, അങ്ങനെ ശ്രദ്ധയിൽ കൂടി പെടുത്താനാണ്. അതായത് ഈ ആഗോള ഭീമന്മാരുടെ നിക്ഷേപത്തെ തുടർന്ന് ബില്ല് കൂട്ടുന്നത് ഒരു കാര്യം, രണ്ട് നമ്മുടെ ഹെൽത്ത് ഡാറ്റ ഇവരുടെ കൈകളിലേക്ക് തീർച്ചയായും. ഇതിന് എങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്ന UDF പ്രതിരോധം തീർക്കുക? എങ്ങനെ കഴിയും? അത് ഡാറ്റ ചോർച്ച സംഭവിക്കാൻ പോവുക, വലിയ അപകടം സംഭവിക്കാൻ പോവുക. തീർച്ചയായും അത് വലിയ പ്രശ്നം തന്നെയാണ്. അത് ഇനി LDF അധികാരത്തിൽ വന്നാൽ ഇത് ശക്തമായി മോണിറ്റർ ചെയ്യില്ലേ? തീർച്ചയായും. നാളെ ഏത് മരുന്നാണ് ഇവിടെ കൂടുതൽ വിൽക്കുന്നത് എന്നുള്ള ഡാറ്റ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എത്തുകയാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമല്ലോ. അതെ. അപ്പൊ ഡാറ്റ ചോർച്ച. അപ്പൊ യഥാർത്ഥത്തിൽ UDFന്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു അപകടകരമായ കാര്യമില്ലേ? ഉണ്ട്. അത് ശരിയായ പോയിന്റാണ്. അത് അഡ്രസ് ചെയ്യും. അത് ശരിയായിട്ട് അഡ്രസ് ചെയ്യും. ഇത് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒരു പക്ഷേ അങ്ങയുടെ കോളേജ് കാലത്ത് കടന്നു വന്ന വഴികളൊക്കെ ആയിരിക്കുമല്ലോ ഇത്, അല്ലെ? ഞാന് KS സുധാകരനെ കണ്ടിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയിട്ട്. അത് KS സുധാകരൻ ഞങ്ങൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണം തന്ന സമയത്ത് ബ്രണ്ണൻ കാലത്ത് കഥയൊക്കെ അനുസ്മരിച്ചു. അങ്ങയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞാലും എടുത്ത നിലപാടിൽ നിന്നും മാറാത്തൊരു നേതാവാണ്. അപ്പൊ അങ്ങ് KSനെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞു, G സുധാകരനെ പോലെയല്ല, പാർട്ടി പറഞ്ഞത് കേട്ടു, അവിടെ ധാർമ്മികത
കെ സുധാകരൻ കാണിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞത്. അങ്ങനെയല്ലേ? തീർച്ചയായും കെ സുധാകരൻ അന്ന് ഈ മന്ത്രി പദത്തിന് വേണ്ടി അല്ലെങ്കിൽ MLA പദത്തിന് വേണ്ടി മാറിയിരുന്നെങ്കിൽ കെ സുധാകരനും ജി സുധാകരനും തമ്മിൽ വ്യത്യാസമില്ല അല്ലേ? അന്ന് കെ സുധാകരൻ എടുത്ത നിലപാടല്ലേ കെ സുധാകരൻ എടുക്കേണ്ടിയിരുന്നത്? തീർച്ചയായും രാഷ്ട്രീയക്കാരൻ നിലക്ക്, രാഷ്ട്രീയ നേതാവ് നിലക്ക് ആ നിലപാട് തന്നെയാണ് എടുക്കേണ്ടത്. അതൊരു മാതൃകാപരമായ നിലപാടാണ്. പാർട്ടി രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഉണ്ടാവും. തീർച്ചയായും കെ സുധാകരനോട് ഞാൻ ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പിന്നീട് മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ബ്രണ്ണന്റെ പരിസരം വന്നതുകൊണ്ട് പറയാ, ഞങ്ങൾ അങ്ങനെ പിന്നീട് സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണോ? അദ്ദേഹം ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ്. എനിക്ക് ആരോടും അങ്ങനെ പ്രത്യേക വിരോധം ഉണ്ടാകാറില്ല. പക്ഷെ പുള്ളിക്കാരന് വിരോധം വന്നാൽ വിരോധം തന്നെയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്റെ അടുത്ത് കെ സുധാകരൻ ആ വിരോധം അവസാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങ് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാനാണെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ ഇനി വിരോധമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് എപ്പോഴെങ്കിലും ഒന്ന് അദ്ദേഹത്തെ വിളിക്കുവോ? ഞാൻ കണ്ടാലൊക്കെ സംസാരിക്കലുണ്ടല്ലോ. അതറിയില്ല. ഒരു തവണ സംസാരിച്ചപ്പോ, ഒരു തവണ ഞങ്ങള് ഫ്ലൈറ്റില് എറണാകുളത്ത് ഇറങ്ങുകയാണ്. അപ്പോ ഇറങ്ങുമ്പോ ഇയാളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഞാനിവിടെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് നേരെ ഒരു പരിപാടിക്കാണ് പോയത്. പരിപാടിക്ക് പോയിട്ട് എന്നെ പറ്റി പറയാണ്. ഇങ്ങനെ അവിടുന്ന് കണ്ടു, എന്നോട് ചിരിച്ചു. ഒരു നാണവും ഇല്ല ചിരിക്കാൻ. കുറച്ചു കാലം മുമ്പായിരിക്കും അല്ലേ? കുറച്ചു മുമ്പ്. പക്ഷെ ഇപ്പോ കേസ് മാറി. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, അങ്ങ് വിളിച്ചാലേ സംസാരിക്കണമെന്നൊക്കെ ഉണ്ടാവാം ഒരു പക്ഷെ. ആ കാലമല്ലേ? ആ കാലത്തെ എങ്ങനെയാ ഇപ്പോഴും ഒരു മധുരമുള്ള ഓർമ്മയായിട്ടാണോ ബ്രണ്ണൻ കാലം മനസ്സിൽ? ബ്രണ്ണൻ നല്ല തീവ്രമായ കാലമല്ലേ, നമ്മുടെ ചെറുപ്പമല്ലേ. ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന അതിന്റെ ഒരു ഊഷ്മളതയുണ്ടല്ലോ. ഈ ബ്രണ്ണനിലേക്ക് വരുമ്പോ മിസ് ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ ആ രാഷ്ട്രീയം, സംഘടനാ പ്രവർത്തനം, ഏറ്റുമുട്ടൽ, മീൻസ് വീട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ അഭിമുഖത്തിൽ ഞാൻ കേൾക്കുമായിരുന്നു, അമ്മ എങ്ങനെയാണ് കോളേജിലേക്ക് യാത്ര അയച്ചത്, ആ സമയത്ത് ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് പറയുന്നുണ്ട്. ആ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് എന്താ ബ്രണ്ണന് വരുമ്പോ? ബ്രണ്ണൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രൂപം കൊടുക്കുന്നത് ബ്രണ്ണനാണല്ലോ. ബ്രണ്ണൻ കോളേജിൽ അതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ മാറുന്നത്. എന്റെ പൂർണ്ണമായിട്ട് രാഷ്ട്രീയനൊക്കെ ആദ്യമുണ്ട്, പക്ഷെ അതിന്റെ പ്രവർത്തകനായിട്ടൊക്കെ മാറുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അവിടുത്തെ സംഘടനാ പ്രവർത്തനം ഇപ്പോഴും ഓർമ്മയിലുണ്ട് അല്ലെ? അന്ന് മുണ്ടെടുത്ത് വന്നാണ് കേസ് തന്നെ പറയുന്നുണ്ട്. മുണ്ടെടുത്ത് ഇങ്ങനെ എന്താടാ എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടത്തോടു കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അല്ലെ? പുതിയ തലമുറ യഥാർത്ഥത്തിൽ, അത് കോൺഗ്രസ് ആവട്ടെ SFI ആവട്ടെ, അവർക്കൊക്കെ അതിനുള്ളൊരു അവസരം കിട്ടുന്നു. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ നമ്മുടെ ഈ ചെറിയ ചർച്ച. സച്ചിദാനന്ദ മാഷ് തുടങ്ങി വെച്ചൊരു ചർച്ചയിൽ, ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇടതുമുന്നണി അല്ലാതായി മാറും, അത് വലതുപക്ഷവൽക്കരിക്കപ്പെടും, അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു ചർച്ച ഇടതു കേന്ദ്രങ്ങളിൽ ചിലരെങ്കിലും തുടങ്ങിയിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ബോധപൂർവമായ പ്ലാൻ ആയിരുന്നു. അതിനോട് അങ്ങയുടെ അഭിപ്രായം എന്താ? അതൊരു ശരിയായ നിലപാടല്ല. നമ്മുടെ ആശയങ്ങളിൽ ദൗർബല്യങ്ങൾ വരുന്നത് അത് ശരിയായ രീതിയിൽ കാത്തു സൂക്ഷിക്കാനാവണം. എന്തെങ്കിലും ദൗർബല്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിന്റെ ഭാഗമായി പ്രതിപക്ഷത്തെ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നില സ്വീകരിക്കേണ്ടതായിട്ടില്ല. അത് നേരത്തെ ലെനിനടക്കമുള്ളവര് ശക്തമായിട്ട് നേരിട്ടൊരു പ്രശ്നമാണ്. കാരണം പാർലമെന്ററി രംഗം അങ്ങനെ വേണ്ട എന്നുള്ള നില വന്നപ്പോ താത്വികാചാര്യന്മാരൊക്കെ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ നിലപാടല്ല എന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അധികാര തുടർച്ച കൊണ്ട് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ സ്വഭാവത്തിന് മാറ്റം വരാതിരുന്നാൽ മതി. ജാഗ്രത വേണം. പിന്നെ മറ്റ് ദൂഷ്യങ്ങൾ വരരുത്. ദൂഷ്യങ്ങൾ ബാധിക്കാൻ പാടില്ല. ആ ദൂഷ്യങ്ങളെ ബാധിക്കാൻ ഇടയുണ്ട് എന്ന് കണ്ടുകൊണ്ടുള്ള ജാഗ്രത പുലർത്തിപ്പോകും. പക്ഷെ യുവജന സംഘടനകൾ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ പല യുവജന സംഘടനകളും, അതായത് ഇടത് യുവജന സംഘടനകൾ കാര്യമായ ഒരു സമരമുഖത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെ സമരത്തിന്റെ തീച്ചൂള ഇല്ലെങ്കിൽ നേതാക്കൾ വരുമോ? അത് സാധാരണഗതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതല്ലേ തീരുമാനിക്കേണ്ടത്. ആ പ്രവർത്തനങ്ങളുടെ കാര്യത്തില് പുതിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുമല്ലോ. പല പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമല്ലോ. ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമല്ലോ. അതിനകത്ത് എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് സംഘടന എന്ന തരത്തിൽ തന്നെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞാനിപ്പോ ഒരു അഭിപ്രായം പറഞ്ഞ് അത്
എങ്ങനെയെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതെ അതെ പക്ഷേ പാർട്ടി ഇതൊക്കെ ഇനി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായും അല്ലെ, അധികാരത്തിന്റെ തുടർച്ച. പണ്ട് കേട്ടിട്ടുണ്ട് AKG അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രലോഭിക്കപ്പെടുന്ന മനുഷ്യരുണ്ടോ എന്നറിയാൻ ഇറങ്ങി നടന്നു എന്നൊക്കെ കഥ. അതൊക്കെ ഒരുപക്ഷെ സാങ്കല്പികമാവാം, അതല്ലാതാവാം. ഇപ്പൊ അധികാരത്തിന് 3ാം വട്ടവും വരികയാണെങ്കിൽ അത് ഇടതുമുന്നണിയെ ദുഷിപ്പിക്കുമെന്നുള്ളത് ഒരു കുപ്രചരണമാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ തൽക്കാലം? അല്ല, അധികാരത്തിന് അതിൻ്റെതായ ദൂഷ്യവശങ്ങളുണ്ട്. ആ ദൂഷ്യവശങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർത്തണം, ഇടതുപക്ഷം പുലർത്തണം, LDF പുലർത്തണം. അത് നല്ലതുപോലെ പുലർത്തിക്കൊണ്ടാണ് പോയത് എന്നാണ് അനുഭവം. അതുകൊണ്ടാണ് മറ്റു ദൂഷ്യങ്ങളധികം ബാധിക്കാതിരുന്നിട്ടുള്ളത്. 3ാം ഊഴത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങുകയാണ്. 3ാം ഊഴം ചരിത്രത്തിന്റെ തുടർച്ചയാണ്. അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് മുന്നണിക്കാണ്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് കൂട്ടത്തോടെയാണ് നിൽക്കുക. അതിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു വാചകം, അധികാരത്തിൽ ഇടനാഴിയിൽ നിന്ന് മാറി പിണറായിയിലെ വീട്ടിലേക്ക് വരുമ്പോൾ ഇനി മാറുകയാണെങ്കിൽ ഇനി ഒരു തരത്തിലുള്ള സങ്കടവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലേ? സംഘടനാ പ്രവർത്തകർക്കിടയിൽ നിൽക്കുന്ന പിണറായി ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഇത് അവസാനിപ്പിക്കുന്നത് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലാവാം. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കരുത്താണോ യഥാർത്ഥത്തിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ കരുത്ത്? ഈ 10 വർഷവും ഓരോ വർഷത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണോ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് പൂർണ്ണമായി നടപ്പാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിലൊരു സംവാദത്തിന് ഫേസ്ബുക്കിലൂടെ തയ്യാറുമാണ്. 97% നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവകാശം. 2021-26. അതെ അതെ 2016-21 600-ൽ 580 നടപ്പാക്കി. അതായത് 95% മുകളിലാണ്. അതെ അതെ. ഇതിലൊരു സംവാദം ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും അങ്ങ് സാധ്യമാണ്. അങ്ങ് തീർച്ചയായും കാത്തിരിക്കുന്നു അങ്ങ് അതെ അതെ പ്രതിപക്ഷ നേതാവിനെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരു സംവാദം അല്ലേ? താങ്ക് യു CM, താങ്ക് യു. അധിക സമയമായി ഈ മണ്ഡലം കണ്ടു. വീണ്ടും നമ്മൾ NH-66 കയറുകയാണ്. അപ്പൊ ഈ പാത പോലെ സുഗമമായിരിക്കുമോ ഈ ഇലക്ഷൻ കഴിയുമ്പോഴും? തീർച്ചയായും താങ്ക് യു CM, താങ്ക് യു. ബാക്ക് ടു ഫ്ലോ.